മാനവ ചരിത്രത്തിന്റെ അതിസങ്കീർണവും വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും നിറഞ്ഞ അനിതര സാധാരണമായ ഒരു ഏടാണ് യഹൂദ ചരിത്രം. ഉത്ഭവകാലം തൊട്ട് തന്നെ സംഭവബഹുലമായ വളർച്ചകളും തളർച്ചകളും അതിജീവനങ്ങളും പോരാട്ടങ്ങളും വംശഹത്യകളും ഉയർത്തെഴുന്നേൽപ്പുകളും കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാനുതകുന്ന പാരമ്പര്യത്തിന്റെ അവകാശികളായ യഹൂദരുടെ ചരിത്രത്തെയും അവർ ഓരോ കാലഘട്ടങ്ങളിൽ നേരിട്ട വംശീയവും വർഗീയവും രാഷ്ട്രീയവും മതപരവുമായ അവഗണനകളുടെയും പീഡനങ്ങളുടെയും പിന്നീട് അവർ സംഘടിത ശക്തി പ്രാപിച്ചപ്പോൾ തങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ അവർ നേരിട്ട അതീശത്വങ്ങളുടെ സമാന പ്രഹരങ്ങൾ പ്രാവർത്തികമാക്കാൻ വെമ്പുകയും ചെയ്യുന്ന ദ്വിമുഖ കാല പരിണാമത്തിന്റെ നാൾ വഴികളിലേക്ക് നമുക്ക് ഒന്നിരിക്കാം. മൊസൊപ്പൊട്ടോമിയ എന്ന് അറിയപ്പെട്ട ഇന്നത്തെ ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് BC 1700 യഹൂദരുടെ വംശീയ പിതാവായ അബ്രഹാം മെഡിറ്ററേനിയൻ തീരത്തുള്ള കാനാൻ ദേശത്തേക്ക് പലായനം ചെയ്യുന്നതോടുകൂടിയാണ് യഹൂദരുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നത്. ലഭിച്ച ചരിത്ര സ്രോതസ്സുകളേക്കാൾ കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവരുടെ മതഗ്രന്ഥങ്ങളിലും പാരമ്പര്യ സംവേദനങ്ങളിലുമായതിനാൽ യാഥാർത്ഥ്യങ്ങളും മിത്തുകളും അർദ്ധസത്യങ്ങളും കെട്ടുപിടിഞ്ഞാണ് ഈ ചരിത്രം നിലകൊള്ളുന്നത്. അബ്രഹാമിന്റെ 2 മക്കളിൽ ഇളയവനായ ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ് ദൈവശക്തിയുമായി മൽപ്പിടുത്തം നടത്തിയതിനാൽ ലഭിച്ച ഇസ്രായേൽ എന്ന നാമത്തിൽ നിന്നാണ് ഇവരുടെ ഗോത്രനാമത്തിന്റെ ഉത്ഭവം. അതിനാൽ ഇസ്രായേലിയുടെ ഗോത്രപിതാവായി അറിയപ്പെടുന്നതും യാക്കോബാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് 7 വർഷത്തോളം നീണ്ടുനിന്ന ക്ഷാമം കാനാൻ പ്രദേശത്തെ വറുതിയിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മക്കൾ തമ്മിലുണ്ടായിരുന്ന ചില അരുതാത്ത പ്രവൃത്തികൾ മൂലം നഷ്ടപ്പെട്ട് പിന്നീട് ഈജിപ്തിലെ രാജാവിന്റെ മന്ത്രിപദം വരെ അലങ്കരിച്ച മറ്റൊരു മകൻ ജോസഫിന്റെ അടുക്കലേക്ക് BC 1600 പലായനം ചെയ്യുന്നതോടുകൂടി ആദ്യഘട്ട ജെറൂസലേമിലെ യഹൂദരുടെ ചരിത്രം അവസാനിക്കുകയും അവരുടെ പീഡനങ്ങളുടെ ആദ്യ അധ്യായം തുറക്കുകയും ചെയ്യും. യാക്കോബിന്റെ നേതൃത്വത്തിലുള്ള യഹൂദ ഗോത്രങ്ങൾ ജോസഫിന്റെ തണലിൽ അവിടെ വാസമുറപ്പിക്കുകയും 2 തലമുറയോളം സമ്പൽ സമൃദ്ധമായ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തു. എന്നാൽ സേത്ത് രണ്ടാമൻ എന്ന ഭരണാധികാരിയുടെ സ്ഥാനാഹരണത്തോടുകൂടി കാര്യങ്ങൾ മാറി പറഞ്ഞു. വ്യക്തമായ ചരിത്ര രേഖകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് കാരണമെന്ന് അറിയില്ല എങ്കിലും യഹൂദന്മാരുടെ സമൂഹത്തിൽ പിടിയമർത്താനുള്ള ചില ശ്രമങ്ങളെ സേത്ത് രാജാവ് തിരിച്ചറിയുകയും അവരെ പാർശ്വവൽക്കരിക്കപ്പെടുകയും പതിയെ അവർ ഈജിപ്തിലെ അടിമ വംശമായി മാറ്റപ്പെടുകയും ചെയ്തു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നൂറ്റാണ്ടുകളോളം നരകതുല്യമായ ജീവിതം നയിക്കാൻ അവർ വിധിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന പല അത്ഭുതകരമായ നിർമ്മിതികളിലും അവരെ നിർബന്ധപൂർവ്വം പണിയെടുപ്പിച്ചിരുന്നു എന്നും അവരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാനും അവരുടെ സ്ത്രീകളെ അടിമകളാക്കാനും പലപ്പോഴായി നിർബന്ധിത രാജാശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കരുതപ്പെടുന്നു. പിൽക്കാലത്ത് മോശയുടെ ആഗമനത്തോടുകൂടി അവർ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും സിനായ് മരുഭൂമി താണ്ടി വീണ്ടും കാനാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ അടിമ കാലഘട്ടത്തെ ഓർമ്മ പുതുക്കുന്നതാണ് യഹൂദരുടെ പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ. മോശയ്ക്ക് ശേഷം വന്ന ജോഷുവയുടെ നേതൃത്വത്തിൽ തദ്ദേശീയരായ കനാനിയരുമായി അവർ നിരന്തരം യുദ്ധം ചെയ്തു. അവരെ പാർശ്വവൽക്കരിക്കുകയും ഒതുക്കുകയും ചെയ്തു. അവിടെ നിന്ന് പലപ്പോഴും ആട്ടി ഓടിച്ച് അധികാരം സ്ഥാപിക്കുകയും ക്രമേണ അതൊരു യഹൂദ രാഷ്ട്രമായി മാറുകയും ചെയ്തു. യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളായ യൂദായുടെ ഗോത്രങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദർ. പിന്നീട് പൊതുവെ ഇസ്രായേലിൽ മൊത്തത്തിൽ യഹൂദർ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. കാനാൻ പ്രദേശത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജെറൂസലേം തലസ്ഥാനമാക്കി ഒരു യഹൂദ രാജ്യം സ്ഥാപിക്കപ്പെടുകയും ദാവീദിനും അദ്ദേഹത്തിന് ശേഷം പുത്രൻ സോളമന്റെയും കാലത്ത് അഭിവൃദ്ധി പ്രാപിക്കുകയും ആദ്യത്തെ സോളമന്റെ ദേവാലയം അടക്കം മികച്ച കെട്ടിടങ്ങളും മതപരമായ നിർമ്മിതികളും കെട്ടിപ്പടുക്കപ്പെടുകയും ചെയ്യുമെങ്കിലും അവരുടെ മരണശേഷം അധികാര തർക്കങ്ങളിൽപ്പെട്ട് രാജ്യം വിഭജിച്ച് യഹൂദിയ എന്നും ഇസ്രായേൽ എന്നും 2 രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു. അതോടുകൂടി ശക്തി ക്ഷയിച്ചുപോയ ഇസ്രായേലി ഗോത്രങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നത് ശക്തമായ ശത്രുക്കളുടെ ആക്രമണത്തെയാണ്. BC 722 യഹൂദിയ രാജ്യത്തെ അസൂറികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അതുവരെ പിടിച്ചു നിന്ന് പുറം ആക്രമണങ്ങളിൽ നിന്ന് ശക്തമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന യഹൂദിയ രാജ്യത്തെ BC 586 ബാബിലോണിയക്കാർ വിശേഷം ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. തടവിലാക്കപ്പെട്ട യഹൂദിയെ മുഴുവൻ ബന്ദികളാക്കി അവർ ബാബിലോണിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്തു. ബൈബിൾ വിവരണ പ്രകാരം ചങ്ങലകളിൽ പരസ്പരം ബന്ധിച്ച് കിലോമീറ്ററുകളോളം അവരെ നടത്തിയാണ് ബാബിലോണിയിൽ എത്തിച്ചത്. വിശപ്പും ദാഹവും രോഗങ്ങളും കാരണം ആയിരക്കണക്കിന് യഹൂദർ ഈ ദുരന്ത യാത്രയുടെ മധ്യേ മരണപ്പെട്ടു എന്നും കാണാം. അതിമനോഹരമായ ബാബിലോണിൽ പക്ഷേ അവരെ കാത്തിരുന്നത് തങ്ങളുടെ പൂർവികർ ഈജിപ്തിൽ അനുഭവിച്ച അടിമത്തത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു. നിരന്തരമായി കഠിന പ്രവൃത്തികൾ ചെയ്യാൻ രൂക്ഷമായ കാലാവസ്ഥയിൽ പോലും നിർബന്ധിതരായ അവർ പക്ഷേ അവരുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ക്ലേശകരമായി മുന്നോട്ടു പോയി. BC 538 പേർഷ്യൻ ചക്രവർത്തി സൈറസ് ഒന്നാമന്റെ ബാബിലോണിയൻ ആക്രമണത്തിലൂടെയാണ് യഹൂദർ അവിടെ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സൈറസ് രാജാവ് അവരെ ചില നിബന്ധനകളോട് കൂടി കാനാൻ പ്രദേശത്തേക്ക് മടങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. അപ്പോഴേക്കും ഏകദേശം ദുരന്തപൂർവമായ 60 കൊല്ലം ബാബിലോണിൽ അവർ കഴിച്ചുകൂട്ടി കഴിഞ്ഞിരുന്നു. യഹൂദ മെദീനാത്ത എന്ന പേർഷ്യൻ പ്രവിശ്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യഹൂദർ വീണ്ടും സ്വതന്ത്ര ജീവിതം ആരംഭിച്ചു. സോളമന്റെ 2ാം ദേവാലയം അവർ പണി കഴിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്.
യഹൂദ ചരിത്രത്തിലെ മികച്ച കാലഘട്ടങ്ങളിലൂടെയാണ് പിന്നീട് അവർ കടന്നുപോയത്. പേർഷ്യൻ ആധിപത്യത്തിന് ശേഷം അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ഗ്രീക്കുകാർ ആ പ്രദേശങ്ങൾ കയ്യേറിയെങ്കിലും അവരുടെ സമൂഹത്തിലും യഹൂദർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വന്നിരുന്നില്ല. എന്നാൽ ഗ്രീക്ക് സംസ്കാരത്തിന്റെ സ്വാധീനം യഹൂദ വിശ്വാസ ആചാരങ്ങളെ ക്ഷയിപ്പിക്കുന്നതും സാമന്ത ജനതയായി പരിവർത്തിക്കപ്പെട്ടതും അവരെ അസ്വസ്ഥമാക്കിയിരുന്നു. പതിയെ പ്രബലരായിക്കൊണ്ടിരുന്ന യഹൂദ സമൂഹവും ക്ഷയോന്മുഖമായ അവസാന ഗ്രീക്ക് സാമ്രാജ്യമായ സലൂസിഡ് സാമ്രാജ്യവും തമ്മിലുള്ള അകലം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ നഷ്ടപ്പെട്ട അധികാരവും കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസവും തിരിച്ചുപിടിക്കാൻ തക്കം പാർത്തിരുന്ന യഹൂദർ BC 110 മത്തേയൂസിന്റെയും മകൻ ജൂദാസിന്റെയും നേതൃത്വത്തിൽ സലൂസിഡ് രാജാവിനെതിരെ കലാപം അഴിച്ചുവിട്ടു. സുസംഘടിതവും വ്യക്തമായ മുന്നൊരുക്കങ്ങളോട് കൂടിയുള്ള ആക്രമണത്തെ ചെറുക്കാൻ ക്ഷയോന്മുഖമായ സലൂസിഡ് സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല. അവരെ അവിടെ നിന്ന് നിശേഷം തുരുത്തിയ യഹൂദർ മത്തേയൂസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതാക്കളും മതപുരോഹിതരും ചേർന്ന് ഭരണക്രമം നിർവഹിക്കുന്ന ഹഷ്മനോൻ രാജവംശം സ്ഥാപിച്ചു. BC 63 വരെ നിലനിന്നിരുന്ന ഈ യഹൂദ രാജവംശം പിന്നീട് ഏക രാജക്രമത്തിലേക്ക് മാറിയെങ്കിലും ഹഷ്മനോൻ കാലഘട്ടം യഹൂദരുടെ ശക്തമായ പരമാധികാരവും രാഷ്ട്രീയ മത സാമൂഹിക പുരോഗതിയും രേഖപ്പെടുത്തി അതിർത്തികൾ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ അഭിവൃദ്ധി തന്നെ പിന്നീട് അവർക്ക് ശാപമായി മാറി. യഹൂദ സാമ്രാജ്യത്തിന് മികച്ച മേൽവിലാസം നൽകിയ ശലോമോന്റെ മക്കൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി പരസ്പരം പോരടിച്ചു. ഈ പോരാട്ടം അവരെ കൊണ്ടു ചെന്നെത്തിച്ചത് ഒരു പുതിയ അധിനിവേശ ശക്തിയുടെ രംഗപ്രവേശനത്തിലേക്കും അതുവഴി വീണ്ടും പരമാധികാര നഷ്ടത്തിലേക്കുമാണ്. അവരായിരുന്നു ഗ്രീക്ക് ആധിപത്യം തകർത്ത് ആ മേഖലയിൽ ഉയർന്നു വന്ന റോമാക്കാർ. പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടു തുടങ്ങിയ അവർ പതിയെ യഹൂദരുടെ പ്രദേശം മുഴുവൻ റോമിനോട് ചേർന്നു. മാറിവരുന്ന റോമ ഭരണാധികാരികളുടെ മനോഭാവം അനുസരിച്ച് യഹൂദരോടുള്ള നിലപാടുകളിലും ഓരോ കാലഘട്ടങ്ങളിൽ മാറ്റമുണ്ടായിക്കൊണ്ടേയിരുന്നു. ചിലർ ഹഷ്മനോൻ രാജവംശത്തിന് പരിമിതമായ പരമാധികാരങ്ങൾ നൽകിയപ്പോൾ മറ്റു ചിലർ അവർക്ക് വഴങ്ങാത്ത യഹൂദ ഭരണാധികാരികളെ അട്ടിമറിച്ച് പുതിയവരെ മാറ്റി സ്ഥാപിച്ചു. ചിലപ്പോഴെല്ലാം പരിപൂർണമായും റോമിന്റെ പ്രവശ്യയായി പോലും യഹൂദ രാജവംശത്തിന് നിലകൊള്ളേണ്ടി വന്നു. BC 63 എന്നാൽ പോംപിയുടെ അധികാര ആരോഹണത്തോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ശാന്തതയെല്ലാം വിട്ട് യഹൂദ രാഷ്ട്രത്തെ പൂർണ്ണമായും റോമിന്റെ ഭാഗമാക്കിയ പോംപി ഹഷ്മനോൻ രാജവംശത്തെ അധികാരത്തിൽ നിന്നും മാറ്റി പാവയായ ഹെറഡോട്ടിനെ രാജഭരണം ഏൽപ്പിച്ചു. അന്ന് നിലനിന്നിരുന്ന ലോകക്രമത്തിന്റെ ഭാഗമായി ഏതൊരു സമൂഹവും നേരിടുന്ന സ്വാഭാവികമായ അവഗണനകളും പീഡനങ്ങളും അടിച്ചമർത്തലുകളും മാത്രമാണ് യഹൂദരും നേരിട്ടിരുന്നതെങ്കിൽ ഗ്രീക്ക് കാലം തൊട്ട് അവരുടെ സംസ്കാരത്തിലും അധിനിവേശം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. ഗ്രീക്കുകാരുടെ ഹെലനിക് സംസ്കാരം യഹൂദരിലേക്ക് പടർത്താനും യഹൂദരുടെ സാംസ്കാരിക അടയാളങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ യഹൂദ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ഒരു പരിധിവരെ സാധിച്ചിരുന്നു. എന്നാൽ കുശാഗ്ര ബുദ്ധിക്കാരും സൈനിക ശക്തിയിൽ മുന്നിലുമുള്ള റോമക്കാരുടെ മുന്നിൽ അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ലോകം മുഴുവൻ റോമിന്റെ സംസ്കാരം സ്വീകരിക്കണമെന്ന പിടിവാശി റോമിന്റെ ഓരോ ഭരണാധികാരിയിലും സെനറ്റിലും രൂഢമൂലമായിരുന്നു. അതിശക്തരായ റോമക്കാർ പോംപിയുടെ ഭരണത്തിന് ശേഷം ശക്തമായ രീതിയിൽ തന്നെ യഹൂദർക്കിടയിൽ സാംസ്കാരിക അധിനിവേശം ആരംഭിച്ചു. അതിന് ആദ്യമായി അവർ ചെയ്തത് യഹൂദ ദേവാലയങ്ങൾക്ക് അതുവരെ യഹൂദ നൽകി വന്ന നികുതി നിർത്തലാക്കി. ആചാരങ്ങൾ നിലനിർത്താൻ പ്രത്യേക നികുതി റോമാക്കാർക്ക് നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. ചേലാകർമ്മവും അനുവദനീയമായ മൃഗമാംസവും നിരോധിക്കുകയും മതപരമായ ചടങ്ങുകളും കൂടിച്ചേരലുകളും ഒത്തുകൂടലുകളും കർക്കശമായ നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതെല്ലാം തന്നെ റോമാക്കാരുടെ സിൽബന്ധികളായി രാജ്യഭരണം നടത്തിയ യഹൂദ ഭരണാധികാരികൾ എതിർക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. എന്നാൽ കർക്കശമായ യഹൂദ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ഭൂരിപക്ഷം യഹൂദരും ഈ അനീതികൾക്കെതിരെ ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങിയിരുന്നു. അതിന്റെ അനിവാര്യമായ പര്യവസാനം എന്നോണം റോമിനെതിരെയുള്ള ആദ്യത്തെ യഹൂദ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. യഹൂദ ദേവാലയങ്ങളെയും കർക്കശ നിയമങ്ങളിലൂടെ യഹൂദ ജനത്തെയും അപമാനിച്ചുകൊണ്ടിരുന്ന റോമക്കാർക്കെതിരെ അവർ ആയുധമെടുത്തു. സോളമന്റെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണശേഖരം ഗവർണർ ജസ്റ്റിസ് കൊള്ളയടിച്ചതായിരുന്നു കലാപത്തിന്റെ തീ പകരാൻ കാരണമായത്. വിവരമറിഞ്ഞ ചക്രവർത്തി നീറോ 60,000-ഓളം വരുന്ന ഒരു ഭീമൻ റോമൻ പടയെ സർവ്വസജ്ജമാക്കി അങ്ങോട്ടേക്ക് അയച്ചു. ഗവർണർ ജസ്റ്റിസ് നേതൃത്വത്തിൽ അവർ യഹൂദരെ നിഷ്പ്രയാസം തല്ലിയൊതുക്കി. 1000-ഓളം യഹൂദർ മാത്രം കോട്ടകളുടെ മുകളിൽ നിന്ന് ചാടി സൈനികരിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവത്യാഗം ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. യഹൂദ കലാപകാരികളെ അടിച്ചമർത്തിയിട്ടും കലിയടങ്ങാത്ത കോപത്തോടെ റോമൻ സൈന്യം യഹൂദരെന്ന് സംശയിക്കുന്ന കണ്ണിൽ കണ്ടവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തി. ആരാധനാലയങ്ങളും യഹൂദർ താമസിച്ചിരുന്ന പാർപ്പിടങ്ങളും തീ വെച്ച് നശിപ്പിച്ചു. എന്തിലേറെ രണ്ടാം സോളമന്റെ ദേവാലയവും നിശേഷം തകർക്കപ്പെട്ടു. 10 ലക്ഷത്തോളം യഹൂദർ ഈ കലാപത്തിനിടയിൽ കൊല്ലപ്പെടുകയും ലക്ഷത്തിൽ പരം ജൂതന്മാർ അടിമകളാക്കി വിൽക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെല്ലാം പുറമെ അതുവരെ സ്വയംഭരണ മേഖലയായിരുന്ന ജെറൂസലേം പ്രദേശം ഐലിൻ ക്യാപിറ്റാല എന്ന പേരിൽ കോളനിയാക്കി മാറ്റി. യഹൂദർക്കെതിരെയുള്ള നിയമങ്ങൾ അവർ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരുന്നു. ഈ ഒരു കലാപത്തോടുകൂടി റോമാക്കാർക്ക് യഹൂദരോടുള്ള നിലപാടുകളിൽ
കൂടുതൽ പ്രതികാര ബുദ്ധിയും സംശയവും നിറഞ്ഞു നിന്നു. അതിനാൽ യഹൂദരുടെ മറ്റൊരു ഭൂരിപക്ഷ പ്രദേശമായ ജൂദയ്ക്ക് മുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ജെറൂസലേം പ്രദേശത്ത് അപ്പോളോ ദേവന്റെ ദേവാലയം പണിയാനുള്ള നടപടികൾ ആരംഭിക്കുകയും അതുവഴി യഹൂദരെ മാനസികമായി തകർക്കാനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ഷിമോൻ ബർക്കോബായുടെ നേതൃത്വത്തിൽ പെയ്ത്തർക്കോട്ട് ആസ്ഥാനമാക്കി ഈ നീക്കം ചെറുക്കാനുള്ള ശ്രമം രണ്ടാം യഹൂദ കലാപത്തിൽ പ്രകടിപ്പിച്ചു. തുടക്കത്തിൽ റോമ സൈന്യത്തെ ജൂദായിൽ നിന്നും പിന്തള്ളാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും 6 ലക്ഷത്തോളം സൈനികരുമായി റോമാക്കാർ തിരിച്ചു. കലാപകാരികളെ അടിച്ചൊതുക്കുകയും പെയ്ത്തർക്കോട്ട തകർക്കുകയും ചെയ്തു. ഷിമോനെയും കൂട്ടാളികളെയും കോട്ടയ്ക്കുള്ളിൽ ഉപരോധിച്ച് പട്ടിണിക്കിടുകയും അവർ പരസ്പരം തിന്നുകൊണ്ട് മരണത്തെ വരിക്കുകയും ചെയ്തു. തുടർന്ന് 50ഓളം യഹൂദ നഗരങ്ങൾ ഉൾപ്പെടെ സകല നിർമ്മിതികളും അവരുടെ പാർപ്പിടങ്ങളും നശിപ്പിച്ച റോമൻ പട്ടാളക്കാർ പിന്നീട് നടത്തിയ നായാട്ടിൽ 5.5 ലക്ഷം ജൂതന്മാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നല്ലൊരു വിഭാഗം സ്ത്രീകളെയും കുട്ടികളെയും അവർ അടിമകളാക്കി പിടിക്കുകയും ചെയ്തു. തുടർന്ന് ആ പ്രദേശത്തെ സിറിയൻ പാലസ്തീനിയ എന്ന പേരിൽ റോമിന്റെ രണ്ടാമത്തെ യഹൂദ പ്രദേശത്തുള്ള കോളനിയാക്കി മാറ്റി. ജെറൂസലേമിലേക്ക് യഹൂദന്മാർക്കുള്ള പ്രവേശനം വിശേഷം നിഷേധിക്കപ്പെട്ടു. എവിടെ വെച്ച് കണ്ടാലും യഹൂദന്മാർ കൊല്ല ചെയ്യപ്പെടുമെന്ന അവസ്ഥയായപ്പോൾ അവർ ദുരന്തങ്ങളുടെ പാലായനം ആരംഭിച്ചു. തങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സ്വത്തുവകകളും എടുത്ത് ഒരു വലിയ വിഭാഗം യഹൂദ ജനത പല ദിക്കുകളിലേക്ക് ചിതറിത്തെറിച്ചു. യൂറോപ്പ്, ഉത്തരാഫ്രിക്ക, മധ്യേഷ്യ, അറേബ്യൻ ഉപദ്വീപ് എങ്ങനെ അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം അവർ ജീവഭയത്താൽ പാലായനം ചെയ്തു. അതോടെ ജെറൂസലേമിനും പരിസരത്തും യഹൂദ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വന്നു. ഈ 2 കലാപങ്ങളോടുകൂടി റോമാക്കാർ യഹൂദരെ രാജ്യദ്രോഹികളും ദേശവിരുദ്ധരുമായി ചിത്രീകരിക്കുകയും അവരുടെ സാഹിത്യങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും നിരന്തരം അവരെ അപഹസിക്കുകയും ചെയ്തു തുടങ്ങി. അവരുടെ സമ്പത്ത് പോലുള്ള നിർബന്ധിത കർമ്മങ്ങൾ നിർത്തലാക്കുകയും അവരെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ ആ മാർഗങ്ങളെല്ലാം അവർ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ദേവാലയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും മുഴുവൻ തകർന്നിട്ടും ചെറിയ ചെറിയ ആരാധനാ കൂട്ടായ്മകൾ വഴി ഓരോ യഹൂദ റബ്ബിമാരുടെ കീഴിൽ ആ സമൂഹം അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഊട്ടിയുറപ്പിച്ച് ക്ലേശകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ ദൗർബല്യങ്ങൾ മൂലം ഇവരുടെ ഇടയിൽ പതിയെ ചില അവാന്ത വിഭാഗങ്ങളും കർമ്മശാസ്ത്രപരമായ ശത്രുതകളും സംഘർഷങ്ങളും രൂപപ്പെടുകയും ചെയ്തു. അതെല്ലാം പിൽക്കാലത്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. റോമാ സാമ്രാജ്യത്തിന്റെ ഈ യഹൂദ കൂട്ടക്കൊലകളുടെയും അവരുടെ പീഡനങ്ങളുടെയും പ്രതീകമെന്നോണം ഇന്നും ഇസ്രായേലിൽ ഉയർന്നു നിൽക്കുന്ന പടിഞ്ഞാറൻ മതിൽ ഗോപുരത്തിൽ തലതല്ലിക്കരഞ്ഞുകൊണ്ട് യഹൂദർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വംശഹത്യ ചെയ്യപ്പെട്ട അവരുടെ പൂർവികരെ സ്മരിക്കാറുണ്ട്. കാലക്രമേണ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യത്തിൽ പതിയെ യഹൂദർ അവരുടെ പ്രതാപം വീണ്ടെടുത്തു. അവർ ഒരു റോമൻ ജനതയായി മാറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും സാംസ്കാരികവും വംശീയവുമായ അവരുടെ തനിമ അവർ കൈവിട്ടിരുന്നില്ല. എന്നാൽ യഹൂദ വിശ്വാസ സംഹിതകളിൽ നിന്ന് അവർ ഏറെ പിറകോട്ട് പോയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവരെ പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്തുവിനെയും യോഹന്നാൻ സ്ഥാപകനെയും പോലുള്ളവരെ ഗൂഢാലോചനയിലൂടെ റോമോക്കാരെ ഉപയോഗിച്ച് തന്നെ വധിക്കാനും കുരിശിലേക്കാനുമുള്ള തക്ക സ്വാധീനം യഹൂദർ ആ സമൂഹത്തിൽ നേടിയെടുത്ത് കഴിഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം AD 300 റോമിൽ ക്രൈസ്തവത ശക്തിപ്പെടുകയും കോൺസ്റ്റാന്റിൻ ചക്രവർത്തി തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി യഹൂദരുടെ ദുരന്തങ്ങൾക്ക് മതപരമായ മറ്റൊരു ശാഖ കൂടി തുറക്കപ്പെട്ടു. ക്രൈസ്തവർ യഹൂദപുത്രനായി കാണുന്ന യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ച റോമാക്കാരോട് ഉള്ളതിനേക്കാൾ അമർഷം ക്രൈസ്തവർക്ക് അതിന് കാരണക്കാരും ഗൂഢാലോചന നടത്തുകയും ചെയ്ത യഹൂദന്മാരോടുണ്ടായിരുന്നു. റോമാക്കാരുമായി നിരന്തരമായ സമ്പർക്കങ്ങളുടെയും ദീർഘകാലമായ സഹവർത്തിത്വത്തിലൂടെയും അവർ നേടിയെടുത്ത സകല സ്വാധീനങ്ങളും പ്രതാപങ്ങളും ക്രൈസ്തവ മത നേതൃത്വം ഇല്ലാതെയാക്കി. തിയോഡോസിയൻ, ജസ്റ്റീനിയൻ കോഡുകളും മതശാസ്ത്രങ്ങളും ഉപയോഗിച്ച് യഹൂദരുടെ മതപരമായ അവകാശങ്ങൾ അവർ പരിമിതപ്പെടുത്തി. ക്രിസ്ത്യാനികളുമായുള്ള വിവാഹം, പുതിയ സിനഗോഗുകളുടെ നിർമ്മാണം എന്നിവ അവർ നിശേഷം നിരോധിച്ചു. യഹൂദരുടെ റോമൻ പൗരത്വം വരെ റദ്ദാക്കാൻ അവർ തുനിഞ്ഞു. സിനഗോഗുകൾ നശിപ്പിച്ചും അവരെ 2ാം തരം പൗരന്മാരായി നിർബന്ധിച്ചും അവരെ കടുത്ത പീഡനങ്ങളുടെ പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. തകർക്കപ്പെട്ട സോളമന്റെ ദേവാലയത്തിൽ മാലിന്യ നിക്ഷേപ കുപ്പയാക്കി വരെ ജൂതന്മാരെ റോമൻ ക്രൈസ്തവ നേതൃത്വം അപമാനിച്ചു. തങ്ങളുടെ പൂർവികർ പാലായനം ചെയ്ത വഴിയിലൂടെ അവരും പാലായനം ആരംഭിച്ചു. ദൈവത്തിന്റെ ദാനമെന്ന് അവർ വിശ്വസിച്ചിരുന്ന ജെറൂസലേമിൽ അങ്ങനെ യഹൂദന്റെ എണ്ണം തുലവും വിരളമായിക്കൊണ്ടേയിരുന്നു. പല ദിക്കുകളിലേക്ക് പാലായനം ചെയ്ത ആ സമൂഹം സിറിയ വഴി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചു. അവിടെ യഥിരിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനയിലും വടക്കുവശത്തുള്ള ഖൈബറിലും യമനിലെ ചില ഭാഗങ്ങളിലും അവർ തമ്പടിച്ചു. നിരന്തരമായ അവഗണനകളും പീഡനങ്ങളും അടിച്ചമർത്തലുകളും നേരിട്ട് അരക്ഷിതരായ യഹൂദർ സാംസ്കാരികമായി അവർ പുലർത്തിയിരുന്ന സ്വത്വബോധത്തിന് പുറമെ സാമൂഹികമായ സുരക്ഷയ്ക്കുതകുന്ന സംഘടിതമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് വീടുകൾ നിരനിരയായി പണിത് അതിന്റെ ചുമരുകൾ പ്രതിരോധ ഭിത്തികൾ പോലെയാക്കി അതിന്റെ ഉള്ളിൽ അവരുടെ വിഭാഗങ്ങൾ മാത്രം വസിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുകയും അതിനു ചുറ്റും അവരുടെ സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന കോട്ട സംസ്കാരത്തിലേക്ക് അവർ മാറുന്നത്.
എന്നാൽ ഈ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം അവരിൽ ഒരുപാട് പുറമെയുള്ള ആളുകൾക്ക് സംശയം ഉദിപ്പിക്കുകയും അവർക്ക് വീണ്ടും പ്രശ്നങ്ങൾ ക്ഷണിച്ച് വരുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. യഹൂദരുടെ അറേബ്യയിലേക്കുള്ള പയനത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസ പിതാവായ അബ്രഹാമിന്റെ മൂത്തപുത്രനും ഇസ്രായേലിന്റെ വംശപിതാവായ ഇസ്ഹാക്കിന്റെ അർദ്ധ സഹോദരനുമായ ഇഷ്മായിലിന്റെ സന്തതി പരമ്പരകളായിരുന്നു അവിടുത്തെ നിവാസികൾ. ഇഷ്മായിലിന്റെ 12 മക്കളിൽ ഒരുവനായ കേദാറിന്റെ അറബികൾ എന്ന ഗോത്രനാമത്തിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അബ്രഹാമിന്റെയും ഇഷ്മായിലിന്റെയും ഏകദൈവ വിശ്വാസ സംഹിതകളിൽ നിന്നും മാറി ബഹുദൈവാരാധനയും വിഗ്രഹപൂജകളും സർവമ്ലേച്ഛതകളുമായി മറ്റു നാഗരികതകളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് നാടോടികളായും ചിലപ്പോൾ കച്ചവടക്കാരായും കലഹപ്രിയരായും ഗോത്ര ആചാരങ്ങളുടെ മേൽനോട്ടക്കാരായും അവർ അതിൽ അഭിരമിച്ചുകൊണ്ട് കഴിഞ്ഞു പോവുകയായിരുന്നു. ഭൂരിപക്ഷവും മരുഭൂ പ്രദേശമായതിനാൽ കാലാവസ്ഥയും ഭക്ഷ്യലഭ്യതയും അനുസരിച്ച് വാസസ്ഥലങ്ങൾ മാറി മാറി ജീവിക്കുന്ന നാടോടി സംസ്കാരം പിന്തുടരുന്നവരായിരുന്നു അവരിൽ ഭൂരിഭാഗം ഗോത്രങ്ങളും. എന്നാൽ വാസയോഗ്യമായ മക്ക, യദ്രിബ്, ഹൈബർ, യമൻ, തോയിഫ് എന്നീ സ്ഥലങ്ങളിൽ പ്രബലരായ ഗോത്രങ്ങൾ സ്ഥിരതാമസക്കാരായി ഉണ്ടായിരുന്നു. അവരുടെ പ്രധാന തൊഴിൽ കച്ചവടവും മത മേൽനോട്ടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ തന്നെ അർദ്ധ സഹോദര ഗോത്രങ്ങളായ യഹൂദരുടെ കുടിയേറ്റം അവരെ ഒട്ടും അലോസരപ്പെടുത്തിയിരുന്നില്ല. എന്നു മാത്രമല്ല, അവരെ സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ചെറിയ ചെറിയ സംഘങ്ങളായി മുൻപ് പറഞ്ഞ 3 പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ യഹൂദർ പ്രധാന നഗരങ്ങളുടെ അതിർത്തികളിൽ ഭൂമിശാസ്ത്രപരമായി ഉയർന്നതും തന്ത്രപരവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്വാഭാവിക പ്രതിരോധ ശേഷിയുള്ളതുമായ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ കൊട്ട സംസ്കാരത്തിന് ഉതകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും വളരെ വേഗത്തിൽ അത് പൂർത്തീകരിച്ച് അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു. കൃഷിയിലും കരകൗശല വസ്തു നിർമ്മാണത്തിലും പലിശ അധിഷ്ഠിതമായ സാമ്പത്തിക മേഖലകളിലും നൈപുണ്യം നേടിയെടുത്ത അവർ പതിയെ അവിടെ ഒരു പ്രബല വിഭാഗമായി മാറി. ഇസ്മായിലിന്റെയും അബ്രഹാമിന്റെയും വിശ്വാസ സംഹിതകളിലേക്ക് ലോകത്തെയും അറേബ്യയെയും തിരിച്ചു കൊണ്ടുപോകാൻ പ്രവാചകൻ മുഹമ്മദ് നിയോഗിതനാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ശക്തമായ ഒരു യഹൂദ സമൂഹം അറേബ്യയിൽ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് യദ്രിബിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. തങ്ങളുടെ കച്ചവടത്തിനും മത, സാംസ്കാരിക, സാമൂഹിക മേൽക്കോയ്മകൾക്കും ഭംഗം വരാത്തത് കൊണ്ട് തന്നെ പൊതുവെ അതിഥികളെ സ്വീകരിക്കുന്ന മനോഭാവമുള്ള അറബികൾ അവരുമായി സൗഹൃദത്തിൽ തന്നെയായിരുന്നു. എന്നാൽ കാലക്രമേണ തങ്ങളുടെ വിശ്വാസ പിതാവിന് അടിമ സ്ത്രീയിലുണ്ടായ വംശത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ വംശീയതയിൽ അഹങ്കരിച്ചിരുന്ന യഹൂദർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ കോട്ടകളുടെ ബലത്തിലും ഗോത്രങ്ങളുടെ ഒരുമയിലും കെട്ടുറപ്പിലും പെട്ടെന്നുണ്ടായ സാമ്പത്തികമായ ഉന്നമനത്തിലും വിശ്വാസമർപ്പിച്ച് അവർ അറബികളുടെ മേൽക്കോയ്മയെ യദ്രിബിൽ വെല്ലുവിളിച്ചു. നൂറ്റാണ്ടുകളോളം ശക്തരായ വിവിധ സാമ്രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയും വിജയിച്ചും പാരമ്പര്യമുള്ള യഹൂദർ വ്യവസ്ഥാപിതമായ ഒരു സൈന്യമോ നേതൃത്വമോ എന്തിന് പറയത്തക്ക പ്രതിരോധ സംവിധാനങ്ങളോ ഇല്ലാതെ ചിതറിക്കിടക്കുന്ന അറബ് ഗോത്രങ്ങളെ കനാനിയരെ പോലെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഒരു ജനതയായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ തങ്ങളുടെ ഒട്ടകത്തിന്റെ കഴുത്തിലെ ഒരു കയർ കഷ്ണം ആരെങ്കിലും തട്ടിയെടുത്താൽ അത് കിട്ടുന്നതുവരെ അവരുമായി യുദ്ധം ചെയ്യുന്ന അറബികളുടെ യുദ്ധവീരത്തെയും ഓരോ പ്രായപൂർത്തിയായ അറബ് യുവാവും തികഞ്ഞ പോരാളിയാണ് എന്ന യാഥാർത്ഥ്യത്തെയും ശത്രുക്കൾക്കെതിരെ എല്ലാം മറന്നു ഒരുമിക്കുന്ന ഗോത്ര പാരമ്പര്യത്തെയും അവർ വില കുറച്ചു കണ്ടു. ഫലമോ, നിരന്തരമായ യുദ്ധത്തിൽ യഹൂദർ പരാജയപ്പെട്ടു. അറബികളുടെ കടന്നാക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ യഹൂദർക്ക് പലപ്പോഴും കോട്ടകളിലേക്ക് പിൻവലിയേണ്ടി വന്നതും ഉപരോധങ്ങളിൽ അകപ്പെടുന്നതും പതിവായി മാറി. അതിൽ നിന്ന് രക്ഷപ്പെടാനും മോചനം ലഭിക്കാനും നഷ്ടങ്ങൾ സഹിച്ച് പിന്നീട് സന്ധികളിൽ ഏർപ്പെടുകയും പരസ്പരം കലഹത്തിലേർപ്പെട്ടിരുന്ന ബദ്ധവൈരികളായ അറബ് ഗോത്രങ്ങളെ മാറി മാറി പിന്തുണച്ചും സന്ധിയിലുള്ളവരെ അത് ലംഘിക്കുന്നതുവരെ ആക്രമിക്കാത്ത അറബ് പാരമ്പര്യവും അവരെ ഒരു പരിധിവരെ വംശഹത്യയിൽ നിന്നും യദ്രിബിൽ നിന്നുള്ള പുറന്തള്ളലിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് മാത്രം. എന്നാൽ യഹൂദരുടെ ഈ നിലപാടിലുണ്ടായ മാറ്റം അറബികൾക്കിടയിൽ അവരോടുള്ള സംശയം വർദ്ധിപ്പിക്കുകയും അവർക്കിടയിൽ വലിയൊരു വിടവ് രൂപപ്പെടുകയും ചെയ്തു. പിന്നെയും കരാർ ലംഘനങ്ങളും സംഘർഷങ്ങളും സന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ മക്കയിൽ പ്രവാചകൻ മുഹമ്മദിന്റെ നിയോഗം ഉണ്ടാവുകയും അവിടെ ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ എതിർത്ത മക്കൻ ബഹുദൈവ ആരാധകരുടെ പീഡനം സഹിക്കവയ്യാതെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച യദ്രിബിനെ നിയന്ത്രിച്ചിരുന്ന പ്രബലരായ 2 ഗോത്രങ്ങളുടെ ക്ഷണപ്രകാരം അങ്ങോട്ട് പലായനം ചെയ്തു. അവർ അദ്ദേഹത്തെ അവരുടെ നേതാവായി തിരഞ്ഞെടുക്കുകയും പിന്നീട് മദീന എന്നറിയപ്പെട്ട യദ്രിബിന്റെ ഭരണനിർവഹണം ഏൽപ്പിക്കുകയും ചെയ്തു. അതുവരെ ഗോത്ര സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ഭരണക്രമത്തിൽ നിന്നും മാറി വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്ര സംവിധാനം അതോടെ മദീനയിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. സമൂഹത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി മദീനയിലെ എല്ലാ നിവാസികളെയും വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. യഹൂദർക്ക് അവിടെയുള്ള അറബ് ഗോത്രങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം
പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹവർത്തിത്വത്തിന്റെ ഒരു കരാർ അവർക്കിടയിൽ മദീന ഭരണകൂടത്തിന് വേണ്ടി രൂപപ്പെടുത്തി. അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മദീന ചാർട്ടർ അല്ലെങ്കിൽ മദീനയുടെ ഭരണഘടന എന്ന് പിന്നീട് പ്രശസ്തമായതാണ് ഈ കരാർ. പരസ്പരം ശത്രുത വെടിയുക, രാഷ്ട്രത്തിനെതിരായും ഇരു സമൂഹങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും തെറ്റുകൾക്കും പരിഹാരവും ശിക്ഷയും രാഷ്ട്രം വിധിക്കുക, ഗോത്രങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും തെറ്റുകൾക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ശിക്ഷ വിധിക്കുക, എല്ലാവർക്കും പൂർണ്ണമായ വിശ്വാസ സ്വാതന്ത്ര്യം, ശത്രുക്കൾക്ക് എതിരെ ഒരു ജനതയായി നിലകൊള്ളുക എന്നിവയൊക്കെയായിരുന്നു സംശുദ്ധമായി ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ കരാറിനെ യഹൂദർ സ്വാഗതം ചെയ്തെങ്കിലും അവർ അടിമവംശമായി കണ്ട അറബികളുടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകാൻ അവർക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല അവസരത്തിനായി അവർ കാത്തിരുന്നു. വൈകാതെ 3 യഹൂദരുടെ ഗോത്രങ്ങളും ഒന്നിനൊന്നായി ഈ കരാറുകൾ പല അവസരങ്ങളിൽ ലംഘിച്ചു. അതോടെ മദീനയിൽ യഹൂദരുടെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ കരാറുകൾ ലംഘിച്ച് ചരിത്രമുള്ള യഹൂദർ കുറച്ചു വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ആ പ്രവണതകൾ കാണിച്ചു തുടങ്ങി. ഒരു തദ്ദേശീയ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച യഹൂദനെ തടയാൻ ഒരു മുസ്ലിം യുവാവ് ശ്രമിക്കുകയും അബദ്ധവശാൽ ആ യഹൂദൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ് സംഘം ചേർന്ന് വന്ന അയാളുടെ ഗോത്രം പരസ്യമായി ആ മുസ്ലിം യുവാവിനെ തള്ളിക്കൊണ്ടു. അതിനുശേഷം അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അറബികൾക്കെതിരെയും മദീന ഭരണകൂടത്തിനെതിരെയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. സ്വാഭാവികമായും സംഭവമറിഞ്ഞ മദീന നേതൃത്വം ഇരു ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നമായതിനാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടി വിട്ടുതരാൻ അവരുടെ ഗോത്രങ്ങളോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അറബികളാണ് ആദ്യം കരാർ ലംഘിച്ചതെന്നും അതിനാൽ ഇനി ആ കരാർ താങ്കൾ അംഗീകരിക്കില്ല എന്നും അവരെ വിട്ടുതരാൻ കഴിയില്ല എന്നും അവർ നിലപാടെടുത്തു. പരസ്യമായ കരാർ ലംഘനവും സാമൂഹിക സന്തുലനാവസ്ഥയ്ക്ക് എതിരെയുള്ള നീക്കവുമായി ഇതിനെ കണ്ട ഭരണ നേതൃത്വം സൈന്യത്തെ അങ്ങോട്ട് അയക്കുകയും അവരുടെ കോട്ട ആക്രമിച്ച് ഉപരോധിക്കുകയും ചെയ്തു. ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും 15 ദിവസത്തെ ഉപരോധം അവരെ തളർത്തുകയും അവർ നിരുപാധികം കീഴടങ്ങുകയും ചെയ്തു. കരാർ ലംഘനത്തിന്റെയും സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിച്ചതിന്റെയും ശിക്ഷയായി അവരുടെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത് മദീന വിടാൻ അവരോട് ഭരണകൂടം കൽപ്പിച്ചു. അങ്ങനെ മദീനയിൽ നിന്ന് മാറി സിറിയൻ അതിർത്തിയിലേക്കും അവിടെ നിന്ന് ദൈറ എന്ന സിറിയൻ പ്രദേശത്തേക്കും അവർ പലായനം ചെയ്തു. മറ്റു യഹൂദ ഗോത്രങ്ങളുമായി സ്വരച്ചേർച്ചയിലല്ലാത്തതിനാൽ അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ അവരും തയ്യാറായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ യഹൂദ ഗോത്രത്തിന്റെ കരാർ ലംഘനം കുറച്ചുകൂടി ഗുരുതരമായിരുന്നു. ശക്തരായ മക്കൻ ബഹുദൈവ വിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ ദുർബലരായ മദീനയിലെ മുസ്ലിങ്ങൾ പരാജയപ്പെടുമെന്നും ആ ഗോത്രം കണക്കുകൂട്ടിയിരുന്നു. അതോടുകൂടി അവരുടെ മേൽക്കോയ്മ അവസാനിക്കുമെന്നും മദീനയുടെ നേതൃത്വം പിടിച്ചടക്കാമെന്നും അവർ കണക്കുകൂട്ടി. എന്നാൽ ആ യുദ്ധത്തിൽ അത്ഭുതകരമായി മദീന വിജയിക്കുകയും അവരുടെ ശക്തി കൂടുതലാവുകയും ചെയ്തു. അതോടെ മക്കക്കാരെ ഒരിക്കൽ കൂടി മദീന ആക്രമിക്കാൻ പ്രേരിപ്പിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. സർവ്വസന്നാഹങ്ങൾ ഉണ്ടായിട്ടും പരാജയപ്പെടുകയും മക്കയിലെ പ്രമുഖ ഗോത്ര നേതാക്കൾ വധിക്കപ്പെടുകയും ചെയ്ത യുദ്ധത്തിന്റെ അപമാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കാൻ യഹൂദർ വിദ്വേഷ കവിയായ അവരുടെ ഗോത്രത്തിലെ പ്രമാണിയെ ചുമതലപ്പെടുത്തി. അയാൾ മക്കയിലേക്ക് പോയി അവരുടെ ഇടയിൽ മദീനക്കെതിരെ വിദ്വേഷം കുത്തിവെക്കാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ മദീന നേതൃത്വം ആ വ്യക്തിയെ അതിൽ നിന്ന് വിലക്കാനും ഗൂഢാലോചന അവസാനിപ്പിക്കാനും ആ ഗോത്രത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ഇത് ചെവികൊണ്ടില്ല. മക്കക്കാർ മറ്റൊരു യുദ്ധത്തിന് ഈ ഗൂഢാലോചന വഴി കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മദീന ഭരണ നേതൃത്വം ആ ഗൂഢാലോചന നടത്തുന്ന വ്യക്തിയെ വധിച്ചു കളയാൻ സുരക്ഷാ ഭടന്മാർക്ക് നിർദ്ദേശം നൽകി. സംരക്ഷിതമെന്ന് കരുതിയ കോട്ടയ്ക്കുള്ളിൽ വെച്ച് തന്നെ അയാളെ അവർ വധിച്ചു കളഞ്ഞു. പരിഭ്രാന്തരായ ആ യഹൂദ ഗോത്രം ഗൂഢാലോചനകളെല്ലാം നിർത്തിവെക്കുകയും കുറച്ചു കാലത്തേക്ക് ശാന്തരാവുകയും ചെയ്തു. എന്നാൽ പ്രതികാരമാളിക്കെത്തിയ അവർ ഭരണാധികാരിയായ മുഹമ്മദിനെ ചില ചർച്ചകൾക്ക് വേണ്ടി അവരുടെ കോട്ടയിലേക്ക് ക്ഷണിക്കുകയും ചതിയിലൂടെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടുകൂടി പൂർണ്ണമായും അറബികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായി ശത്രുക്കളായി മാറിയ അവർ സൈനിക ശക്തിക്ക് വേണ്ടി നടപടികൾക്ക് വേണ്ടിയും വിധേയമായി പോയി. നീണ്ടുപോയ ഉപരോധങ്ങളിലും ആക്രമണങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ കീഴടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഒരു ഒട്ടകത്തിന് എടുക്കാൻ കഴിയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവരോട് മദീന വിടാൻ ഭരണകൂടം കൽപ്പിച്ചു. അവർക്കെതിരെ മറ്റ് പ്രതികാര നടപടികൾ ഒന്നും തന്നെ ചെയ്യാൻ അവർ മുതിരുകയും ചെയ്തില്ല. മദീനയുടെ തെക്കുവശത്തുള്ള യഹൂദരുടെ തന്നെ ഗോത്രങ്ങൾ താമസിക്കുന്ന ഹൈബറിലേക്ക് അവർ പലായനം ചെയ്തു. എന്നാൽ ഈ 2 കരാർ ലംഘന സംഭവങ്ങളിലും ആക്രമണങ്ങളിലും അടിമയാക്കപ്പെടുകയോ പീഡനങ്ങൾ ഏൽക്കുകയോ എന്തിനേറെ കാര്യമായ ജീവനാംശം സംഭവിക്കുകയോ ഒന്നും യഹൂദർക്ക് ചെയ്തില്ല. വളരെ അനുഭാവപൂർവമായി അർദ്ധ സഹോദരങ്ങൾ എന്ന പരിഗണന അവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും ആയപ്പോൾ അവസാന യഹൂദ ഗോത്രവുമായി ഒരിക്കൽ കൂടി ചർച്ചകൾ ഏർപ്പെടുകയും കരാർ ഒന്നുകൂടി പുതുക്കി ശക്തമാക്കാനും മദീന നേതൃത്വം തീരുമാനിച്ചു.
അതിൽ പ്രത്യേകം അവർ ഊന്നൽ നൽകിയത് ശത്രുക്കളെ സഹായിച്ച് മദീനയ്ക്കെതിരെ പ്രവർത്തിക്കരുത് എന്നായിരുന്നു. ഇതൊന്നും പാലിക്കാൻ താല്പര്യമില്ലാതിരുന്ന അവർ രാജ്യദ്രോഹത്തിൽ തന്നെ ഏർപ്പെട്ടു. ഏതു വിധേനയും മദീനയിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കാൻ കച്ചകെട്ടിയ മക്കൻ ബഹുദൈവ ആരാധകരുടെയും മറ്റ് അറബ് ശത്രുഗോത്രങ്ങളുടെയും മുൻപ് പുറത്താക്കിയ ഹൈബറിൽ തമ്പടിച്ച യഹൂദ ഗോത്രത്തിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസേന മദീന വളയുകയും ഏത് നിമിഷവും മദീന തകർക്കപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ സഖ്യസേനയിലെ യഹൂദ ഗോത്രത്തിന്റെ പ്രേരണയാൽ അവസാനത്തെ യഹൂദ ഗോത്രവും മദീന ഭരണഗൗഡവുമായുള്ള കരാർ ലംഘിച്ചു. മദീനയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഈ നീക്കത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പ്രവാചകൻ മുഹമ്മദ് അവസാനമായി അവരുമായി വീണ്ടും ഒരു കരാറിലേർപ്പെടാൻ ശ്രമം നടത്തി. മദീനയുടെ പാതി അവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും അവർ ആ കരാർ ലംഘനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ അറബികളെയും മദീനയുടെ ഭരണകൂടത്തെയും അപഹസിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവരുടെ കോട്ട ശത്രു സൈന്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്നും തിട്ടൂരം ഇറക്കുകയും ചെയ്തു. എന്നാൽ പ്രകൃതിക്ഷോഭം കാരണം സഖ്യസേനയ്ക്ക് കനത്ത നാശം സംഭവിക്കുകയും അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടുകൂടി ആ യഹൂദഗോത്രം ഒറ്റപ്പെടുകയും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്തു. തിരിച്ചടി ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ അവർ കോട്ടയ്ക്കുള്ളിൽ തന്നെ തുടരുകയും അറബ് ഗോത്രത്തിലെ അവരുടെ സൗഹൃദങ്ങൾ ഉപയോഗിച്ച് ഒരു മധ്യസ്ഥൻ വഴി ശിക്ഷകൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. എന്നാൽ തീർത്തും വഞ്ചനാപരമായി ഈ പ്രവൃത്തി ചെയ്ത ആ ഗോത്രത്തെ കഠിനമായി തന്നെ ശിക്ഷിക്കാൻ ഭരണകൂടം തീരുമാനിച്ചുറച്ചിരുന്നു. അങ്ങനെ അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ കരാർ ലംഘനം നടത്തി ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ അവർ തന്നെ നിയമിച്ച മധ്യസ്ഥൻ വഴി ലഭിക്കുക തന്നെ ചെയ്തു. പ്രായപൂർത്തിയായ പുരുഷന്മാരെ വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിമയാക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി മദീനയിൽ യഹൂദരുടെ പ്രതാപം അവസാനിക്കുകയും നാമം മാത്രമായ യഹൂദ കുടുംബങ്ങൾ അവിടെ അവശേഷിക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കാതിരുന്ന യഹൂദർ അവരുടെ അവസാന ശക്തി കേന്ദ്രമായ ഹൈബർ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ മറ്റ് അറബ് ശത്രുഗോത്രങ്ങളെ തിരിക്കാനും അതുവഴി പ്രതികാരം ചെയ്യാനുള്ള ഗൂഢാലോചനകളും തുടർന്നുകൊണ്ടേയിരുന്നു. രാഷ്ട്ര സുരക്ഷയെയും മതസംരക്ഷണത്തെയും ബാധിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ മദീന ഭരണകൂടത്തിന് കഴിയുമായിരുന്നില്ല. മദീനയിലെ സൈന്യത്തെ അങ്ങോട്ടേക്ക് അയക്കുകയും ഹൈബർ കോട്ടയെ ആക്രമിച്ച് ശക്തമായ പോരാട്ടം നയിക്കുകയും ചെയ്തു. ഒടുവിൽ ഹൈബർ കോട്ട വീഴുകയും യഹൂദർ ഒരിക്കൽ കൂടി പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ യുദ്ധത്തിൽ അവർ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്ന് കാണാം. പരാജയപ്പെട്ടിട്ടും അവർക്ക് അവിടം വിട്ടുപോകാൻ താല്പര്യമില്ലാതെ ഇരുന്നതിനാൽ അവർ അവിടെ തുടരാൻ ശ്രമിക്കുകയും അത് അനുവദിക്കണമെന്ന് മദീന നേതൃത്വത്തോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം അവരുടെ ഭാവിയിൽ ഉണ്ടായ ഭീഷണിയായേക്കാവുന്ന സാമ്പത്തിക ശേഷി കുറയ്ക്കുവാൻ വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ ചെറിയ കാർഷിക വിളകളുടെ ഒരു പങ്ക് മദീനയിലേക്ക് നൽകണമെന്ന വ്യവസ്ഥയ്ക്ക് മേൽ അവരെ അവിടെ തുടരാൻ സമ്മതിച്ചു. അകാരണമായോ ഏകപക്ഷീയമോ ആയ രീതിയിലുള്ള ഒരു അടിച്ചമർത്തലുകളും പീഡനങ്ങളും ഒന്നും തന്നെ യഹൂദർക്ക് ആദ്യകാല അറബ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നേരിടേണ്ടി വന്നിരുന്നില്ല. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമറിന്റെ കാലത്ത് ഇസ്ലാം വ്യാപിക്കുകയും കിഴക്കൻ റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള സിറിയ, ലബനോൻ, പാലസ്തീൻ, ഈജിപ്ത്, ഉത്തരാഫ്രിക്ക എന്നീ പ്രദേശങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഇറാഖ്, ഇറാൻ അടക്കം എല്ലാം ഇസ്ലാമിന്റെ കീഴിൽ വരികയും അവിടങ്ങളിലേക്കെല്ലാം യഹൂദർ കുടിയേറുകയും ചെയ്തിരുന്നു. ഹൈബറിലെ മണ്ണിന്റെ ഫലഭൂഷ്ടി കുറയുന്നതുവരെ അവിടെ തുറന്ന യഹൂദർ പിന്നീട് സിറിയയിലേക്കും ജെറൂസലേം ഇസ്ലാമിന്റെ കീഴായപ്പോൾ അങ്ങോട്ടേക്കും പലായനം ചെയ്തു. ഒരേ കാലഘട്ടത്തിൽ അറേബ്യയിലെ യമനിലേക്ക് കുടിയേറിയ യഹൂദരുടെ സാഹചര്യങ്ങളും ജീവിതങ്ങളും തീർത്തും വ്യത്യസ്തമായിരുന്നു. മേൽക്കോയ്മയ്ക്കോ വംശീയതയ്ക്കോ സ്ഥാനം നൽകാതെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും രീതി സ്വീകരിച്ച അവരെ യമൻ അറബ് ജനത ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും അവരിൽ ഒരാളായി പരിഗണിക്കുകയും ചെയ്തു. അവരുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹികവും സാമ്പത്തികവും ഭരണപരവുമായ മേഖലകളിലെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുകയും ഒരു യമൻ ജനതയായി മാറ്റപ്പെടുകയും ചെയ്തു. 1946 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുമ്പോൾ മാത്രമാണ് അവർ യമനിൽ നിന്നും അങ്ങോട്ടേക്ക് പലായനം ചെയ്തത്. ഇന്നും ഒരു ചെറിയ സമൂഹം യഹൂദർ യമനിൽ നിലകൊള്ളുന്നു എന്നത് തന്നെ മുകളിൽ പറഞ്ഞ കാര്യത്തിന് വലിയ തെളിവാണ്. ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ ഗുണഫലങ്ങളും യഹൂദർ അനുഭവിക്കുകയും അവർ അതിന്റെ പ്രയോക്താക്കളാവുകയും ചെയ്തു. അവർ അതിന്റെ പ്രയോക്താക്കളായത് മാത്രമല്ല, സ്പെയിനിൽ ഉത്തരാഫ്രിക്കയിലെ മൂർ മുസ്ലിങ്ങൾ അന്തലൂസിയൻ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അവിടങ്ങളിൽ യഹൂദർക്ക് മികച്ച പരിഗണനയും രാഷ്ട്ര ഉന്നമനത്തുള്ള അവസരങ്ങളും ലഭിച്ചു. രാജാവിന്റെ മന്ത്രിസഭയിൽ പോലും യഹൂദർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.
മികച്ച ബുദ്ധിശക്തിയുള്ള അവർ ശാസ്ത്രീയവും സാമൂഹികവും സാഹിത്യപരവുമായ മേഖലകളിൽ എല്ലാം ഇസ്ലാമിക സമൂഹത്തോടൊപ്പം സഞ്ചരിച്ചു. ഇറാഖിലെ അബ്ബാസിയത്ത് കാലഘട്ടത്തിലും സാമൂഹിക രാഷ്ട്രീയ നിർമ്മാണത്തിൽ യഹൂദരുടെ പങ്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ പുരാതന യഹൂദ ചരിത്രത്തിൽ അവരുടെ പ്രതാപം വീണ്ടെടുത്ത കാലഘട്ടം കൂടിയായിരുന്നു ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം. എന്നാൽ ഈ സമ്പൽ സമൃദ്ധിയും സുരക്ഷിതത്വവും സാമൂഹികമായ ഉന്നമനവും തകർത്തെറിയാൻ ചില ഗൂഢാലോചനകൾ യൂറോപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. യഹൂദർ ഇതുവരെ അനുഭവിച്ച പീഡനങ്ങളെക്കാൾ വലിയ പീഡനങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പട അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. കീഴ്പ്പെടുത്താനും അടിച്ചമർത്താനും മെരുക്കിയെടുക്കാനും ശ്രമകരമായതിനാൽ അക്കാലത്തെ സാമ്രാജ്യത്വ ശക്തികൾ പോലും അധിനിവേശത്തിന് മുതിരാതെ അവഗണിച്ച അപരിഷ്കൃതരും നിരക്ഷരരും മരുഭൂനിവാസികളുമായ ചിതറിത്തെറിച്ച ഒരുപറ്റം അറേബ്യൻ ഗോത്രങ്ങൾ അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ വിശ്വാസ സംഹിതയുടെ പുനരാവിർഭാവത്തോടുകൂടി വ്യവസ്ഥാപിതമായ നേതൃത്വത്തിന്റെ കീഴിൽ ഒരു കാലിഫേറ്റായി ഏകീകരിക്കപ്പെടുകയും അഭൂതപൂർവമായ വേഗത്തിൽ സംഘബലം കൈവരിച്ച് കിഴക്കോട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും പടിഞ്ഞാറ് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും പ്രദേശങ്ങൾ കീഴടക്കി ഒരു മണൽക്കാറ്റുപോലെ യൂറോപ്പിന്റെ അതിർത്തികളിലേക്ക് വ്യാപിക്കുന്നത് തങ്ങളുടെ മതപരവും സാമൂഹികവും സാംസ്കാരികവുമായ മേൽക്കോയ്മയെ വെല്ലുവിളിക്കുന്നുണ്ടെന്ന് വൈകാതെ പാശ്ചാത്യ മത രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിഞ്ഞു. തങ്ങൾ വർഷങ്ങളായി അടിച്ചമർത്തി അവകാശങ്ങൾ നിഷേധിച്ച യഹൂദരും മറ്റു ക്രൈസ്തവ അവാന്ത വിഭാഗങ്ങളും അടക്കം ബൃഹത്തായ ഒരു മത സാംസ്കാരിക വൈവിധ്യ ജനസമൂഹം അറബ് സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ ഉന്നതി പ്രാപിക്കുന്നതും അവരും മുസ്ലിങ്ങളും ഒരൊറ്റ ജനതയായി പരിവർത്തിക്കപ്പെട്ട് ശാസ്ത്രീയവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച് ലോകത്തിന്റെ മേധാവിത്വം ഏറ്റെടുക്കുമോ എന്ന ഭയവും ഇസ്ലാമിക സുവർണ കാലഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യയിലും ചൂഷണരഹിതമായ സാമ്പത്തിക രംഗങ്ങളിലും വ്യാപാര വാണിജ്യ പാതകളിൽ പുലർത്തുന്ന മേധാവിത്വങ്ങൾ വഴിയും അവർ കൈവരിക്കുന്ന നേട്ടങ്ങൾ സമീപ ഭാവിയിൽ തന്നെ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തേക്കാമെന്ന ഭീതിയും ഈ ഉയർന്നുവരുന്ന മത സാംസ്കാരിക ഭീഷണിയെ തടുത്തു നിർത്താനും തകർത്ത് കളയാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവരെ നിർബന്ധിതരാക്കി. എന്നാൽ ഇതിനുവേണ്ടിയുള്ള ആദ്യകാല ശ്രമങ്ങളെല്ലാം അമ്പെ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് ശത്രുക്കളായി അന്യോന്യം കലഹിക്കുന്ന പാശ്ചാത്യ ഭരണ നേതൃത്വങ്ങൾക്ക് സംഘടിതവും സുശക്തവുമായ അറബ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. എന്തിനേറെ മെഡിറ്ററേനിയൻ സമുദ്രാതിർത്തിയിലുള്ള അന്തലൂസായി മാറ്റപ്പെട്ടുകൊണ്ടിരുന്ന സ്പെയിനും പോർച്ചുഗലും അടക്കം പല പാശ്ചാത്യൻ ഭൂപ്രദേശങ്ങളും അറബികൾക്ക് കീഴിലാവുകയും അവരുടെ സാംസ്കാരികമായ വൽക്കരണത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ പോലും ലക്ഷ്യസ്ഥാനത്തെത്താതെ വലിയ വലിയ നഷ്ടങ്ങളിൽ കലാശിക്കുന്നതും പതിവായിരുന്നു. അതിനാൽ പാശ്ചാത്യ നേതൃത്വം ക്രിയാത്മകമായ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിർബന്ധിതരായി. അതിന്റെ മുന്നോടിയായി ഒരു ദ്വിമുഖ സമീപനവും തന്ത്രവും രൂപപ്പെടുത്തിയ അവർ ആദ്യം യൂറോപ്പിനെ പരസ്പര കലഹങ്ങളിൽ നിന്ന് അകറ്റി മതപരവും സാംസ്കാരികവുമായി ഒന്നിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു. നിരന്തരമായ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ പൊതുശത്രുവിനെ ഉയർത്തിക്കാട്ടിയും അസ്തിത്വ പ്രതിസന്ധിയിലുള്ള അപകടം ഊന്നിയും മാർപ്പാപ്പ അടക്കമുള്ള മതമേലധ്യക്ഷന്മാരുടെ കാർമ്മികത്വത്തിലും സഹായത്തിലും ക്രമേണ ഒരു സ്വത്വബോധം വളർത്തിയെടുക്കാൻ അവർക്കിടയിൽ കഴിഞ്ഞു. അടുത്തതായി അവർ ചെയ്തുകൊണ്ടിരുന്നത് വിശാലമായി കൊണ്ടിരുന്ന അറബ് ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ചെറിയ ചെറിയ അപജയങ്ങളെയും മതപരമായ കക്ഷിത്വങ്ങളെയും ശത്രുതകളെയും സുസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിൽ കക്ഷി തരികയും അതിനെ മൂർച്ഛിപ്പിച്ച് അവരുടെ കെട്ടുറപ്പിനെ തകർക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയുകയും അതിനുവേണ്ടിയുള്ള ആവിഷ്കാരങ്ങൾ ചെയ്യുകയുമായിരുന്നു പിന്നീട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സ്വത്വബോധത്തിൽ നിന്നും വിശ്വാസമായ യഥാർത്ഥ സംഹിതകളിൽ നിന്നും അകന്നു തുടങ്ങിയ അറബ് ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ ചിന്താധാര മത്സരങ്ങളിൽ വ്യാപൃതരാവുകയും പരസ്പരം അവിശ്വാസം രൂപപ്പെട്ട് പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ശക്തമായ പല അറബ് സാമ്രാജ്യങ്ങളും പാടെ തകർന്ന് വ്യത്യസ്ത രീതിയിലുള്ള അവാന്ത വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള നാട്ടുരാജ്യങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ശത്രുവിന്റെ കെട്ടുറപ്പും ശക്തിയും ക്ഷയിച്ചു എന്ന സൂചന യൂറോപ്യൻ നേതൃത്വങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയപ്പോൾ ഈ അവസരത്തിനായി കാത്തിരുന്ന അവർ ഇത് മുതലെടുക്കാനും ശത്രുക്കൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കാനുമുള്ള കടന്നാക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ ശ്രമങ്ങൾക്ക് തീ പടർത്താൻ മാർപ്പാപ്പ അടക്കമുള്ള മത സാംസ്കാരിക നേതൃത്വം അപരിഷ്കൃതരും അശുദ്ധരുമായ അറബികൾ എന്ന സരാസന്മാരുടെ കയ്യിൽ നിന്നും വിശുദ്ധ ദേശങ്ങൾ വീണ്ടെടുക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും അത് ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന നിലയിലും ജനങ്ങളിൽ അപരവൽക്കരണവും വിദ്വേഷവും വർദ്ധിപ്പിക്കാൻ നിരന്തരം ലേഖനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും കത്തുകളിലൂടെയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല
ഇതൊരു വിശുദ്ധ യുദ്ധമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഇതിൽ അണിചേരുന്നവർക്ക് നിരുപാധികം പാപമോചനം ഉണ്ടാകുമെന്നും അവർ ശക്തമായ രീതിയിൽ പ്രചരിപ്പിച്ചു. സാമൂഹികവും ഭരണപരവും രാഷ്ട്രീയവുമായ പല അപജയങ്ങളിലും നട്ടം തിരിഞ്ഞ യൂറോപ്പിലെ ജനങ്ങൾ അതിന് കാരണക്കാരായ തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ ഈ പ്രചരണങ്ങൾക്ക് യൂറോപ്പിലെ രാജാക്കന്മാർ വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുകയും ചെയ്തു. വിദ്വേഷവും അന്യമത വിരോധവും കാരണം യൂറോപ്പ് തിളച്ചുമറിയുകയും എല്ലാ മേഖലകളിലും പെട്ട അപാലവൃദ്ധം ജനങ്ങൾ അനുദിനം വിശുദ്ധ യുദ്ധത്തിന്റെ പടയണിയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. ചില പുരോഹിതന്മാർ പോലും തങ്ങളുടെ മതവേഷത്തിൽ തന്നെ ചുവന്ന സാംസ്കാരിക അടയാളം വഹിച്ചുകൊണ്ട് ആയുധമെടുത്തു. അങ്ങനെ നേതൃത്വങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വിദ്വേഷത്തിൽ ആയുധമണിഞ്ഞ ആ ഉന്മാദ അക്രമ സംഘം യൂറോപ്പിന്റെ മണ്ണിൽ അതിശക്തമായി സംഘടിപ്പിക്കപ്പെടുകയും അനിവാര്യമായ സാംസ്കാരിക സംഘട്ടനത്തിന് കാഹളം മുഴങ്ങുകയും ചെയ്തു. പിൽക്കാലത്ത് കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെ നാളുകളിലേക്ക് മധ്യപൂർവ്വ ദേശങ്ങൾ എടുത്തെറിയപ്പെടാൻ പോവുകയായിരുന്നു. സാമൂഹിക അന്തരീക്ഷത്തിൽ രക്തത്തിന്റെ ഗന്ധം പരക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാറ്റം പല കാലഘട്ടങ്ങളിൽ ജെറൂസലേമിൽ നിന്നും മറ്റ് അറബ് പ്രദേശങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് പലായനം ചെയ്യപ്പെട്ട് രണ്ടാം തരം പൗരന്മാരായി പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിതം കെട്ടിപ്പടുത്ത അസംഘടിതരും അരക്ഷിതരുമായ യഹൂദരെ വല്ലാതെ ഭയപ്പെടുത്തി. നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ താമസിച്ചിട്ടും അവരെ ഒരു ജനതയായി അംഗീകരിക്കാനോ പൗരത്വം നൽകാനോ തയ്യാറാകാതെ യേശുവിന്റെ ഘാതകർ എന്ന മുദ്രകുത്തി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ശത്രുതാ മനോഭാവം പുലർത്തുന്ന യൂറോപ്യൻ ജനങ്ങൾ ഈ ഉന്മാദ അവസ്ഥയിൽ തങ്ങൾക്ക് നേരെ തിരിയുമോ എന്ന് അവർ കാര്യമായി ഭയപ്പെട്ടു. പരിമിതമായ രീതിയിൽ അവർ രൂപപ്പെടുത്തിയ പ്രതിരോധ നിർബന്ധികളിലേക്ക് പിൻവലിഞ്ഞുകൊണ്ട് അവിടങ്ങളിൽ ഒതുങ്ങിക്കൂടി സമൂഹങ്ങളിലെ ഈ വർദ്ധിച്ചു വരുന്ന രക്തം മണക്കുന്ന ചലനങ്ങളെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. കടുത്ത യഹൂദ വിരോധം തളം കെട്ടിയിരുന്ന യൂറോപ്പിൽ വിദൂരതയിലുള്ള ശത്രുവിനെ നേരിടുന്നതിന് മുമ്പ് തങ്ങളുടെ കൺവെട്ടത്തുള്ള ശത്രുവിനെ തകർത്തുകൊണ്ട് പരിശീലിക്കാൻ തന്നെ കുരിശു പോരാളികൾ തീരുമാനിച്ചു. അതുമാത്രമല്ല, കഠിന പ്രയത്നം കൊണ്ട് യഹൂദർ സ്വരൂപിച്ച സമ്പത്ത് കൈക്കലാക്കി അത് പടയോട്ടങ്ങളിലേക്ക് വിനിയോഗിക്കുക എന്ന നീച ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. സർവായുധ സജ്ജരായി സെൽജൂത്ത് ഫാത്തിമേറ്റ് സാമ്രാജ്യങ്ങൾക്ക് കീഴിലുള്ള ജെറൂസലേമിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് മുമ്പ് യൂറോപ്പിലെ യഹൂദ ആവാസ കേന്ദ്രങ്ങളിലേക്ക് കുരിശു പോരാളികൾ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ കണ്ണിൽ കണ്ട യഹൂദരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തി കുന്തങ്ങളിൽ കോർത്ത് തീയിൽ ചുട്ടെടുക്കുകയും അവരുടെ വസതികളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർത്ത് സ്വത്തുക്കൾ കൊള്ളയടിച്ചു. പ്രാണരക്ഷാർത്ഥം പ്രതിരോധ മേഖലകളിലേക്ക് ഒളിച്ച വൃദ്ധരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ തിരഞ്ഞു പിടിച്ച് കുരിശു പടയാളികൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവരുടെ കയ്യിൽ പെടാതിരിക്കാനും മതപരിവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്ന് അവർ കിദുഷ് ഹഷേം എന്ന യഹൂദ ആത്മഹത്യാ മാർഗം സ്വീകരിച്ചു. ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും മേഖലകളിലാണ് പ്രധാനമായും ഈ നരനായാട്ട് നടന്നത്. പിന്നീട് കുപ്രസിദ്ധമായ ജർമ്മനിയിലെ റെയിൻലാൻഡ് കൂട്ടക്കൊലയിൽ മാത്രം 5000-ഓളം യഹൂദർ കൊല്ലപ്പെട്ടു. വംസ്, കൊളോൺ, സ്പെയർ എന്നീ നഗരങ്ങളിലും ഇത് തന്നെ ആവർത്തിച്ചു. അനൌദ്യോഗിക കണക്ക് പ്രകാരം 1.5 ലക്ഷം ജീവനുകളാണ് ഇവിടെയെല്ലാം നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവർ ജീവരക്ഷാർത്ഥം കാടുകളിലേക്ക് ഓടിപ്പോവുകയും പിന്നീട് പോളണ്ടിന്റെയും ഹംഗറിയുടെയും ചെക്ക് റിപ്പബ്ലിക്കിന്റെയും മേഖലകളിലേക്ക് പോവുകയും പിൽക്കാലത്ത് സയനിസത്തിന് വേര് പടർത്തിയ അഷ്കലാനി ജൂസ് എന്ന രീതിയിൽ അവരെ പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. മറ്റു ചിലർ സെൽജൂദ് സാമ്രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു. ഇവിടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാത്ത യഹൂദരെ ലക്ഷക്കണക്കിന് യഹൂദർക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകപ്പെടേണ്ടി വന്നു. അവരുടെ സ്ത്രീകളെ ക്രൂരമായ രീതിയിൽ മാനഭംഗപ്പെടുത്തുകയും അവരുടെ കുഞ്ഞുങ്ങളെ അരിങ്കൊല ചെയ്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ശത്രുക്കളെന്ന് അവർ സംശയിച്ച സകലരെയും ഭസ്മമാക്കിക്കൊണ്ട് കുരിശുസേന ജെറൂസലേമിൽ പ്രവേശിച്ചു. പ്രതിരോധം ദുർബലമായിരുന്ന സെൽജൂദ് തുർക്കികളെ എളുപ്പത്തിൽ വേട്ടയാടി. അവരെ കീഴടക്കി മുസ്ലിങ്ങളെയും യഹൂദരെയും അവർ ഒരുപോലെ വേട്ടയാടി. എന്നാൽ ആയുധസജ്ജരായ മുസ്ലിങ്ങളെക്കാൾ അവർക്ക് ജീവനാശമില്ലാതെ കൊലപ്പെടുത്താനും വേട്ടയാടാനും എളുപ്പം നിരായുധരായ യഹൂദരായിരുന്നു. ഭയന്ന് സുരക്ഷിതമെന്ന് യഹൂദർ കരുതിയ ജെറൂസലേമിലെ സിനഗോഗുകളിലേക്ക് അഭയം പ്രാപിച്ച അവരെ ഒരു ദേവാലയമെന്ന് പോലും വകവയ്ക്കാതെ അവിടെ വെച്ച് തന്നെ ചുട്ടുകൊന്നു. ഓടിപ്പോകാൻ തുനിഞ്ഞവരെ പിന്തുടർന്ന് വാളിന് ഇരയാക്കി. ഒരാഴ്ചയോളം നീണ്ടു നിന്ന സംഹാര താണ്ഡവത്തിനൊടുവിൽ ശവങ്ങൾ കൊന്നുകൂടിയ ജെറൂസലേമിന്റെ വേദികളിൽ കണം കാൽ വരെ രക്തം തളം കെട്ടിക്കിടന്നിരുന്നു. അവിടെ നിന്ന് സർവ്വതും നഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട യഹൂദർ ഈജിപ്തിലേക്കും ഉത്തരാഫ്രിക്കയിലേക്കും പലായനം ചെയ്തു. പിടിക്കപ്പെട്ട യഹൂദരെ മതം മാറ്റുകയോ അടിമകളാക്കുകയോ ചെയ്തു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് 3-ാം കുരിശ് യുദ്ധത്തിൽ ജെറൂസലേം വിഭജിക്കപ്പെടുന്നതുവരെ അവർ ഈ പീഡനം അനുഭവിക്കേണ്ടി വന്നു.
ഇതേ സമയം അങ്ങ് പടിഞ്ഞാറ് ലൈബീരിയൻ പെനിൻസുലയിൽ പോർച്ചുഗലിനെയും സ്പെയിനിനെയും അറബ് ഭരണത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള റീകോൺകസ്റ്റ് നടക്കുകയായിരുന്നു. സെവിയയും കറ്റലാനും കേന്ദ്രീകരിച്ച് പോപ്പിന്റെ ആശീർവാദത്തോടുകൂടി പ്രഭുക്കളായ ഫെർഡിനാൻഡും ഇസബല്ലയും നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ പതിയെ തിരിച്ചു പിടിച്ചു തുടങ്ങിയിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഗുരുതരമായി ബാധിച്ചത് ഇസ്ലാമിക സുവർണകാലത്ത് മറ്റു പ്രദേശങ്ങളെക്കാൾ എല്ലാ മേഖലയിലും ഉന്നതി പ്രാപിച്ച യഹൂദരെ തന്നെയായിരുന്നു. ഓരോ അന്തലൂസിയൻ പ്രവിശ്യകളും വീഴുമ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗമായി അവരും ആക്രമിക്കപ്പെടുകയും മറ്റു പ്രവിശ്യകളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്തിരുന്നു. ഇതവർക്ക് അതുവരെ സംഭരിച്ചു വെച്ച വലിയ സമ്പത്തിന്റെ നഷ്ടവും ശാസ്ത്രീയവും സാങ്കേതികവുമായി അവരുണ്ടാക്കിയ മുന്നേറ്റങ്ങളുടെ അപജയവുമാണ് സമ്മാനിച്ചത്. ഒടുവിൽ അവസാന ശക്തി കേന്ദ്രമായ ഗ്രനാഡയിൽ അവർ തിങ്ങി നിറഞ്ഞു. എന്നാൽ ദുർബലമായ അവസാന ആശ്വാസമായ ആ തുരുത്തും വീണപ്പോൾ നൂറ്റാണ്ടുകളോളം സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച സെഫാർഡിക് സ്പാനിഷ് യഹൂദർ അവർക്ക് കേട്ടറിവുള്ള അവരുടെ പൂർവികർ അനുഭവിച്ച പരീക്ഷണങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടു. കടുത്ത ശത്രുത മനോഭാവം വെച്ചു പുലർത്തിയ സ്പാനിഷ് ഭരണകൂടം ഇൻക്വിസിഷൻ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട നടപടിയിലൂടെ സ്പാനിഷ് മുസ്ലിങ്ങളെയും യഹൂദരെയും കഠിനമായി പീഡിപ്പിക്കുകയും നിർബന്ധിത മത പരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ മതം മാറ്റപ്പെട്ട അവരെ കോൺവെർസോസ് എന്ന പേരിൽ പ്രത്യേകം നിരീക്ഷിക്കുകയും രഹസ്യമായി യഹൂദ വിശ്വാസങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്ന് അവർ നിരീക്ഷിച്ചു നോക്കി. അങ്ങനെ പിന്തുടരുന്നവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള ശിക്ഷകളും വധവും അവർ നടപ്പാക്കുകയും ചെയ്തു. വലിയ വലിയ മരത്തടികളിൽ പിടിച്ചു കെട്ടിയും പച്ചയ്ക്ക് കത്തിച്ചും കുരിശു തറച്ചും ശക്തമായ ആണിയും ഉരുക്കും ഒഴിച്ചും അതുപോലെ ശ്വാസം മുട്ടിച്ചും വലിയ രീതിയിലുള്ള ക്യാനുകളിൽ ഇട്ട് കത്തിച്ചെടുത്തും പല രീതിയിൽ അവരെ ചിത്രവും ചെയ്തുകൊണ്ടേയിരുന്നു. യാതൊരു രീതിയിലും അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. യഹൂദ കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവം ക്രൈസ്തവ മത ആചാരങ്ങൾ പഠിപ്പിക്കുകയും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിപ്പിക്കുകയും ചെയ്തിരുന്നു. മതാചാരപരമായുള്ള മാംസവും വിശ്വാസാചാരങ്ങളും സമ്പത്ത് പോലുള്ള കർമ്മങ്ങളും വിലക്കുകയും ചേലാകർമ്മം അനുഷ്ഠിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു. അവർക്ക് മുകളിൽ വലിയ വലിയ മതനികുതികൾ ചുമത്തുകയും ആരാധനാലയങ്ങളും മറ്റ് മതകേന്ദ്രങ്ങളും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും രഹസ്യമായി തങ്ങളുടെ വിശ്വാസ സത്വം നിലനിർത്തിയ യഹൂദർക്ക് അവസാനം അവർ അന്ത്യശാസനം നൽകി. ഒന്നുകിൽ പൂർണ്ണമായും ക്രിസ്ത്യാനിയായി ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക, അതുമല്ലെങ്കിൽ രാജ്യം വിടുക. ഒടുവിൽ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഗത്യന്തരമില്ലാതെ അവർ രാജ്യം വിടാൻ തന്നെ തീരുമാനിച്ചു. ഒരു നല്ല വിഭാഗം യഹൂദർ ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ മറ്റൊരു വിഭാഗം മൊറിസ്കോസ് എന്ന അവരുടെ കൂടെ തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന മോറിഷ് സ്പാനിഷ് മുസ്ലിങ്ങളുടെ കൂടെ മൊറോക്കോയിലേക്ക് പലായനം ചെയ്തു. അതേസമയം കിഴക്ക് ക്രൈസ്തവ ജെറൂസലേം നേതൃത്വം ക്ഷയിക്കുകയും യൂറോപ്പിൽ മറ്റ് അന്തചിത്രങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മൂന്നാം കുരിശ് യുദ്ധത്തിൽ ജെറൂസലേം വീണ്ടും മുസ്ലിങ്ങൾക്ക് കീഴാവുകയും അവിടെ അടിമകളാക്കി നരക ജീവിതം നയിച്ചുകൊണ്ടിരുന്ന യഹൂദർക്ക് മോചനം ലഭിക്കുകയും ചെയ്തു. അവർക്ക് പുറത്തുള്ള യഹൂദർക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ നീക്കുകയും ചിതറിപ്പോയ പല യഹൂദരും അങ്ങോട്ടേക്ക് പലായനം ചെയ്യുകയും വീണ്ടും ഒരു സമൂഹം അവിടെ കെട്ടിപ്പടുക്കപ്പെടുകയും ചെയ്തു. മുസ്ലിം സ്പെയിനിൽ നിന്നും പൂർണ്ണമായി റീകോൺകസ്റ്റയുടെ ഭാഗമായി പുറന്തള്ളുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മൊറോക്കോയിലെ മൊറോക്കോഷ് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ യഹൂദ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ മൊറോക്കോയുടെ അവിഭാജ്യ ഘടകങ്ങളും അവിടുത്തെ ജനങ്ങളുമായി പരിപൂർണമായ സൗഹൃദത്തിലുമായിരുന്നു. എന്നാൽ മുവഹിദൂൻ എന്ന തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന്റെ ഭരണ അട്ടിമറിയും അവിടെയുള്ള ഭരണം പിടിച്ചെടുക്കലും വഴി അവരുടെ മൊറോക്കോയിലെ സ്വൈര ജീവിതം തകിടം മറിച്ചു. മറ്റു വിഭാഗക്കാരായ യഥാർത്ഥ മുസ്ലിങ്ങളെ പോലും തങ്ങളുടെ വിചിത്രമായ ചിന്താധാരയിലേക്ക് നിർബന്ധപൂർവ്വം പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ച മുവഹിദൂൻ ഭരണകൂടം യഹൂദരെയും ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും അതിന് തയ്യാറാകാത്തവരെ പീഡിപ്പിക്കുകയും ചിലപ്പോഴെല്ലാം കൊല്ലുകയും അവരുടെ ആവാസ വ്യവസ്ഥകൾ തകർക്കുകയും ചെയ്തു. അവരെ വലിയ രീതിയിലുള്ള മതനികുതി ചുമത്തി പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അൾജീരിയ, ടുണീഷ്യ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് യഹൂദർ പലായനം ചെയ്തു. മുവഹിദൂൻ ഭരണകൂടം അവസാനിച്ചിട്ടും അവർ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഒരു വലിയ സമൂഹം മൊറോക്കോയിൽ ഉണ്ടായിട്ടുമില്ല. ഈജിപ്തിലും ജെറൂസലേമിലും വീണ്ടും യഹൂദ സമൂഹങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ നാലാം കുരിശ് യുദ്ധത്തിൽ അഖോം നഗരം മംലൂക്കുകൾ പിടിക്കുകയും പശ്ചിമേഷ്യയിലെ അവസാന ക്രൂസൈഡ് നഗരം വീഴുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദർ കുരിശു പോരാളികളെ സഹായിച്ചു എന്ന സംശയത്തിൽ മംലൂക്കുകൾ അവരെ വൈരാഗ്യ ബുദ്ധിയോടെ വേട്ടയാടി. അവർ കൂട്ടക്കൊലകൾക്കും ബഹിഷ്കരണങ്ങൾക്കും വീണ്ടും വിധേയരായി. ഇതിന്റെ ബാക്കി പത്രം എന്നോണം മംലൂക്ക് ശക്തി കേന്ദ്രങ്ങളായ ഈജിപ്തിലും ജെറൂസലേമിലും അവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു. അതോടുകൂടി അവർ വീണ്ടും ഒരിക്കൽ കൂടി ജെറൂസലേം വിടാൻ നിർബന്ധിതരായി.
യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും മധ്യേഷ്യയിലേക്കും അവർ പലായനം ആരംഭിച്ചു. പ്രധാനമായും തുർക്കികളുടെ ഭൂപ്രദേശങ്ങളിലേക്കാണ് അവർ കൂടുതൽ പലായനം ചെയ്യുകയും അവരെ അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടങ്ങളിലെല്ലാം ഒരു ശക്തവും സാമ്പത്തികവുമായ നില കെട്ടിപ്പടുക്കാൻ യഹൂദർക്ക് കഴിയുകയും ചെയ്തു. യൂറോപ്പിൽ രൂപം കൊണ്ട നവോത്ഥാനത്തിന്റെയും പരിവേഷണത്തിന്റെയും കാലഘട്ടമായപ്പോഴേക്കും സാമൂഹിക ഘടനകളിൽ വന്ന മാറ്റവും യഹൂദരുടെ ജീവിതത്തിൽ ചില അയവുകൾ വരുത്തി. വംശീയ വേർതിരിവുകളില്ലാത്ത നാടുകളിലും വിദൂര മേഖലകളിലേക്കും അവർ പലായനം ചെയ്യാൻ ആരംഭിക്കുകയും അവിടങ്ങളിൽ കഠിന പ്രയത്നം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും വലിയൊരു സമൂഹമായി വളരാനും അവർക്ക് കഴിഞ്ഞു. അമേരിക്കയും കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യയും ഏഷ്യയിലെ ശക്തിയായ ഇന്ത്യയും എല്ലാം ഇതിൽ ഉൾപ്പെടും. യൂറോപ്പിൽ അപ്പോഴും യഹൂദ വിരോധത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം യുദ്ധങ്ങളിലും ഏർപ്പെടുന്നതും കലഹങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ഒട്ടോമൻ തുർക്കികളുടെ ശക്തമായ അധിനിവേശ ആക്രമണങ്ങളെ എതിർക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അവർ യഹൂദികളെ വിസ്മരിച്ചു എന്ന് മാത്രം. ഈ കാലയളവിൽ സംഘടിതമായ സഹവർത്തിത്വ ജീവിത രീതി കൊണ്ടും അറബ് സുവർണകാലത്ത് സ്വായത്തമാക്കി കൈമാറ്റം ചെയ്യപ്പെട്ട അറിവും കഴിവും പ്രയോജനപ്പെടുത്തിയും അവർ സമൂഹത്തിൽ മികച്ച നില കെട്ടിപ്പടുത്ത് സമൃദ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ വിയന്നയിൽ ഒട്ടോമൻ തുർക്കികൾ പരാജയപ്പെടുകയും യൂറോപ്പിലേക്ക് അടുത്ത കാലത്തൊന്നും കടന്നുകയറ്റം താൽക്കാലികമായി ഉണ്ടാകില്ല എന്ന് ഉറപ്പുകയും ചെയ്തപ്പോൾ തുർക്കികളുടെ അടുപ്പക്കാരായ ജീവിത സാഹചര്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന യഹൂദന്മാരോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ പ്രകടമായി. കടുത്ത സാമ്പത്തിക ദുരന്തങ്ങളും പ്ലേഗ് പോലുള്ള മാരക രോഗങ്ങളുടെ വ്യാപനവും യൂറോപ്പിലാകെ ഗ്രഹിച്ച സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ അനിശ്ചിതത്വവും അതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണാധികാരികൾക്ക് ഒരു ശത്രുവിനെ വേണമായിരുന്നു. സ്വാഭാവികമായും അത് പൊതുവെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടും തളരാതെ അതിജീവിച്ചു കൊണ്ടിരുന്ന പരമ്പരാഗതമായ ശത്രുവായ യഹൂദരുടെ മുകളിൽ തന്നെ പതിച്ചു. അതോടെ വീണ്ടും യൂറോപ്പ് അകാരണമായി യഹൂദന്മാരുടെ ദുരന്തഭൂമിയായി. തങ്ങൾക്ക് നേരെ ചീറ്റുന്ന യുക്തിരഹിതമായ വിദ്വേഷ കുപ്രചരണങ്ങളുടെ പ്രവാഹം കണ്ട് ആ യഹൂദ സമൂഹം, നിസ്സഹായരായ സമൂഹം അന്തിച്ചു നിന്നു. ഓരോ തെരുവിലും അനിവാര്യമായ പീഡനമോ ദുരന്തമോ മരണമോ പതിയിരിക്കുന്നതായി ഓരോ ജൂതനും തോന്നി. അവർ വീണ്ടും അവരിലേക്ക് തന്നെ ഉൾവലിയാൻ തുടങ്ങി. എന്നാൽ വേട്ടക്കാർ അവരെ തേടിയെത്തുക തന്നെ ചെയ്തു. നവോത്ഥാനത്തിന്റെയും വിപ്ലവങ്ങളുടെയും അരങ്ങായി മാറിക്കൊണ്ടിരുന്ന അന്നത്തെ യൂറോപ്പിൽ ജനങ്ങൾ മതപരമായ യാഥാസ്ഥികത്വങ്ങളിൽ നിന്നും വഴിമാറി തുടങ്ങിയിരുന്നു. വിശ്വാസ ആചാരകർമ്മങ്ങളുടെ പുനർവായനകളും മതനേതൃത്വത്തിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യുന്ന പുതിയ അവാന്ത വിഭാഗങ്ങളുടെ ഉദയവും മതപരമായി യേശുവിന്റെ കാതുകർ എന്ന മുദ്രചാർത്തി മാത്രം യഹൂദരെ ശത്രുപക്ഷത്ത് നിർത്താൻ കഴിയില്ല എന്ന് മതസാംസ്കാരിക രാഷ്ട്രീയ മുതലെടുപ്പുകാർക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനാൽ യൂറോപ്പിൽ അതിഭീകരമായി അന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്ന വംശീയ ദേശീയ മേൽക്കോയ്മ മനോഭാവങ്ങളെ മുൻനിർത്തി പല ഘട്ടങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അപജയങ്ങളെയും അനർത്ഥങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാം മൂലകാരണം യഹൂദരാണെന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനായി അവർ ആദ്യം ശ്രമിച്ചത് യഹൂദരുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഒത്തൊരുമയെയും ആവാസ വ്യവസ്ഥകളെയും പറ്റി തെറ്റിദ്ധാരണ പരത്തുക എന്നതായിരുന്നു. സുരക്ഷയ്ക്കും സ്വത്ത് ആചാര അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണതയ്ക്കും വേണ്ടി മറ്റു ജനവിഭാഗങ്ങളിൽ നിന്നും മാറി അവരുടേതു മാത്രമായ സാമൂഹികവും മതപരവും വേഷഭൂഷാപരവുമായ ജീവിതശൈലി പിന്തുടരുന്ന അവരെ വംശശുദ്ധിയിൽ അഹങ്കരിക്കുന്നവരായും ഏവരെയും സംശയത്തോടെ നോക്കുന്നവരായും ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ളവരായും ആഭിചാരവും ക്ഷുദ്രവും ചെയ്യുന്ന മ്ലേച്ഛന്മാരായും ചിത്രീകരിക്കാൻ തൽപരകക്ഷികൾക്ക് വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഈ പ്രചരണങ്ങൾ വഴി അവർ സമൂഹത്തിലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും അവരെ ജനങ്ങൾ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഇത് ഭരണകൂടങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന യാതൊരു ആനുകൂല്യങ്ങളും തൊഴിലവസരങ്ങൾക്കും അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. അതിനു പുറമെ ശക്തമായ നികുതികളും മതപരമായ വിവേചനങ്ങളും, എന്തിനേറെ ഒരു പൗരൻ എന്ന പരിഗണന പോലും ഈ തെറ്റിദ്ധാരണകൾ കാരണം വകവെച്ചു കൊടുക്കാൻ ജനസമൂഹമോ ഭരണകൂടമോ തയ്യാറായതുമില്ല. ഈ വംശീയമായ വേർതിരിവുകൾ കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയ ജൂതന്മാർ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് പലിശ പോലുള്ള അവരുടെ പരമ്പരാഗത സാമ്പത്തിക രംഗങ്ങളെ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയത്. അതോടെ സമ്പത്തിന്റെ ക്രയവിക്രയത്തിന്റെ കേന്ദ്രങ്ങളായി ക്രമേണ ജൂത മേഖലകൾ മാറ്റപ്പെട്ടു. പയ്യെ അവർ സമൂഹത്തിൽ പ്രാപ്തി നേടി തുടങ്ങി. ഭരണകർത്താക്കൾ പോലും പലപ്പോഴും അവരെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടായി. നിരന്തരമായ യുദ്ധങ്ങളും കലഹങ്ങളും ഭരണപരമായ പരാജയങ്ങളും കാരണം യൂറോപ്പിൽ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുമ്പോഴൊന്നും യാതൊരു ഉൽപാദന രംഗങ്ങളിലും മുതൽ മുടക്കാതെ പലിശയിൽ അധിഷ്ഠിതമായി മാത്രം സമ്പത്ത് കൈകാര്യം ചെയ്ത യഹൂദരെ ഇതൊന്നും തന്നെ ബാധിച്ചതേയില്ല. ഈ ഒരു പ്രവണത
സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സാമാന്യ ജനങ്ങളെ രോഷത്തിലാക്കുകയും ഈ രോഷം മുതലെടുക്കാൻ അവിടുത്തെ തൽപരകക്ഷികൾ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഈ സാമ്പത്തികം പലിശയിൽ അധിഷ്ഠിതമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് തങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാനും തട്ടിയെടുക്കാനുമുള്ള ജൂതലോബിയുടെ നിഗൂഢ ശ്രമമായി അവർ പ്രചരിപ്പിച്ചു. അതോടെ വീണ്ടും സംശയത്തിന്റെ മുനയിൽ അകപ്പെട്ട യഹൂദരുടെ സാമ്പത്തിക സ്ഥാപനങ്ങളും സ്വത്തുവകകളും സമൂഹം കൈപ്പറ്റിയ പണം തിരികെ നൽകാതിരിക്കാൻ ആൾക്കൂട്ടങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അകാരണമായി ഈ ആക്രമണങ്ങൾക്കെതിരെ ന്യായമായും പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ചെയ്ത യഹൂദരുടെ മുകളിൽ ഈ ആക്രമണത്തിന്റെ കുറ്റങ്ങൾ മുഴുവൻ ചുമത്തി അകാരണമായി അകത്താക്കുകയും അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകയാണ് അധികാരികൾ കാണിച്ചുകൊണ്ടിരുന്നത്. പണമിടപാടുകളിൽ പോലും കടുത്ത നിയമങ്ങൾ കൊണ്ടുവരികയും ശിക്ഷയെന്നോണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ഗെറ്റോകൾ പോലുള്ള ചേരികളിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. സ്വത്ത് കണ്ടുകെട്ടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ പതിവായി തുടങ്ങി. അതുപോലെ യഹൂദനെ തിരിച്ചറിയാൻ ഗ്രീസ് പോലുള്ള നാടുകളിൽ പ്രത്യേക ബാഡ്ജ് ധരിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. ഇതെല്ലാം പിന്നീട് ഹിറ്റ്ലർ കാര്യക്ഷമമായി നടപ്പാക്കിയ മാതൃകകളായിരുന്നു. എപ്പോഴെല്ലാം യൂറോപ്പിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും യഹൂദന്റെ സമ്പത്ത് കവർന്നെടുത്ത് അവർ അതിന് പരിഹാരം കണ്ടുകൊണ്ടേയിരുന്നു. അതോടെ പല യഹൂദരും പടിഞ്ഞാറൻ യൂറോപ്പ് വിട്ട് കിഴക്കൻ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. എന്നാൽ ഈ സാമ്പത്തിക അതിക്രമം കടുത്ത വംശീയതയിലേക്കും യഹൂദ വിരോധത്തിലേക്കും വഴിമാറാനുള്ള ഒരു ദാരുണ സംഭവം കൂടി യൂറോപ്പിൽ ഉടൻ തന്നെ സംഭവിച്ചു. വിശുദ്ധനായ വില്യം ഓഫ് നോർവിച്ച് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട വില്യം എന്ന 8 വയസ്സുകാരനെ ഇംഗ്ലണ്ടിൽ കാണാതാവുകയും രക്തം വാർന്ന് കൊല്ലപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തതോടുകൂടി ഇംഗ്ലണ്ടിൽ യഹൂദർക്കെതിരെ പുതിയ കുപ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. മതഭക്തിയുള്ള ക്രിസ്ത്യൻ ബാലന്മാരെ തിരഞ്ഞുപിടിച്ച് ബലി നൽകി അവരുടെ രക്തം സേവിക്കുന്ന ഒരു കർമ്മം യഹൂദന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന പച്ചക്കള്ളം കാട്ടുതീ പോലെ പറന്നു. വ്യക്തമായ തെളിവുകളോ ആരാണ് ആ കൊലപാതകം ചെയ്തതെന്ന അന്വേഷണമോ ഇല്ലാതെയായിരുന്നു ഈ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കമുണ്ടായിരുന്നത്. അതോടെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ 18ഓളം നിരപരാധികളായ യഹൂദരെ യാതൊരു തെളിവുമില്ലാതെ തൂക്കിലിടേണ്ടി വന്നു ഭരണാധികാരികൾക്ക്. പല യഹൂദ കേന്ദ്രങ്ങളും ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും കണ്ണിൽ കണ്ട യഹൂദന്മാരെല്ലാം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. സ്പെയിനിൽ വിശുദ്ധനായ ഡൊമിഗോ ഡെവോൾ എന്ന ഒരു ബാലന്റെ കൊലപാതകം കൂടിയായതോടെ യൂറോപ്പിൽ അന്ന് പതിവായിരുന്ന കുട്ടികളുടെ തിരോധാരണവും കൊലപാതകങ്ങളും പൂർണ്ണമായും യഹൂദന്റെ മേതിൽ ചാർത്തപ്പെടുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അവർ നിരന്തരം വിധേയമാക്കപ്പെടുകയും ചെയ്തു. പലപ്പോഴും പ്രതികാരം എന്നോണം അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഈ ആൾക്കൂട്ടം കൊന്നുകളയുമായിരുന്നു. ഒറ്റപ്പെട്ട വിദൂര ഗ്രാമങ്ങളിലേക്ക് ഉൾവലിഞ്ഞും അതീവ ജാഗ്രത പുലർത്തിയും ഈ ദുരവസ്ഥയെ തരണം ചെയ്യാൻ അവർ പരമാവധി പരിശ്രമിച്ചു. ചില ഭരണമാറ്റങ്ങളിൽ അവർക്ക് ചില ആശ്വാസങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന് മാത്രം. രക്ത അപവാദം എന്ന പേരിൽ അറിയപ്പെട്ട ഈ ദുരാരോപണം പടർന്നു പിടിക്കുന്ന കാലത്ത് തന്നെയാണ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും ദുരുപയോഗം ചെയ്യുകയും യേശുവിന്റെ ക്രൂശീകരണവും പീഡനവും യഹൂദർ ഇപ്പോഴും പുനരാവിഷ്കരിച്ച് ആഘോഷിക്കുന്നുവെന്ന് ഹോസ്റ്റ് ഡിസ്ക്രിഷൻ എന്ന പേരിലുള്ള ഒരു ആരോപണം കൂടി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്. മത ആചാരങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയ യുവതലമുറയെ വികാരപരമായി പിടിച്ചു നിർത്താൻ മതമേലധ്യക്ഷന്മാർ കണ്ടെത്തിയ ഈ നീചമായ മാർഗം പക്ഷേ യഹൂദരെ വീണ്ടും അപകടത്തിന്റെ മുനമ്പിലേക്ക് തള്ളിയിട്ടു. അവരുടെ ആചാര അനുഷ്ഠാന മതകർമ്മങ്ങൾ നിരന്തരമായി അവഹേളിക്കപ്പെടുന്നതും അവരുടെ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നതും പ്രാർത്ഥനാ കൂട്ടായ്മകൾ തച്ചു തകർത്ത് അവരെ കൂട്ടക്കൊല ചെയ്യുന്നതും യൂറോപ്പിൽ പതിവായി മാറിയിരുന്നു. 2ാം ലോക മഹായുദ്ധം വരെ ലക്ഷക്കണക്കിന് യഹൂദന്മാർക്ക് ജീവനും സ്വത്തിനും സമ്പത്തിനും വലിയ നാശം ഈ ഒരു ആരോപണം കൊണ്ട് മാത്രം സംഭവിച്ചിരുന്നു. ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ ദിനംപ്രതി എന്നോണം യഹൂദരുടെ ആചാരക്രമങ്ങൾ അപമാനിക്കുകയും അവരുടെ തൽമൂദ് അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ മലിനപ്പെടുത്തുകയും പിച്ചു ചീന്തുകയും കത്തിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ദയയും ഇടക്കുണ്ടാവുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ശ്രദ്ധ മാറിപ്പോകുന്നതും റഷ്യ, കിഴക്കൻ യൂറോപ്പ്, ഒട്ടോമൻ സാമ്രാജ്യം എന്നിവിടങ്ങളിലേക്കുള്ള പലായനങ്ങളും അവർക്കൊരു ആശ്വാസവും അർത്ഥവും നൽകി എന്ന് മാത്രം. കുറെയൊക്കെ പിടിച്ചു നിന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയായിരുന്നു യൂറോപ്പിൽ. എന്നാൽ 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ ശവപ്പറമ്പാക്കിയ കറുത്ത മരണം എന്ന പ്ലേഗ് യഹൂദർക്ക് മരണം കൊണ്ടുവന്നത് ഒരു രോഗാവസ്ഥയായിട്ടായിരുന്നില്ല, പകരം പീഡനങ്ങളും കൂട്ടക്കൊലകളുമായിട്ടായിരുന്നു. കൂട്ട മരണങ്ങൾ കണ്ട് പകച്ച യൂറോപ്യൻ ജനത സഹികെട്ട് ഭരണാധികാരികൾക്കെതിരെ രോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ അവരുടെ രോഷം ശമിപ്പിക്കാൻ വീണ്ടും അവർ യഹൂദരെ ഇരകളാക്കി. വൃത്തിഹീനമായി എലികളും മറ്റു ക്ഷുദ്രജീവികളും നിർബാധം വിഹരിക്കുന്ന യൂറോപ്യൻ തെരുവ് ചുറ്റുപാടുകളിൽ നിന്നും മാറി പരിമിതങ്ങളെങ്കിലും ആരോഗ്യപരമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന യഹൂദർക്ക് പ്ലേഗ് ബാധയുടെ സാന്നിധ്യം കുറവായിരുന്നതിനാൽ
യൂറോപ്യന്മാരോടുള്ള വിരോധം തീർക്കാൻ യഹൂദർ കിണറുകളിൽ വിഷം കലർത്തിയത് കൊണ്ടാണ് പ്ലേഗ് പടരുന്നതെന്നും അവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുന്നത് അവർ അവരുടെ വെള്ളത്തെ ശുദ്ധമായി നിലനിർത്തി നിർത്തുന്നത് കൊണ്ടാണെന്നും അവർ പറഞ്ഞു പരത്തി. കാട്ടുതീ പോലെ പടർന്ന ഈ ആരോപണം പക്ഷേ മുൻകാലങ്ങളിൽ പോലെ ഒറ്റപ്പെട്ട കൂട്ടക്കൊലകളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്നില്ല. അവരുടെ ആവാസ വ്യവസ്ഥകളെ മുഴുവൻ തീവെച്ച് അവരെ കൂട്ടത്തോടെ ചുട്ടുകൊല്ലുന്ന സംഭവങ്ങളിലേക്കാണ് യൂറോപ്പ് സ്ഥിരമായി മാറിക്കൊണ്ടുപോയത്. ഒരു കാലത്ത് ഒരു ഭാഗത്ത് പ്ലേഗ് മൂലം ആളുകൾ മരിക്കുമ്പോൾ മറുഭാഗത്ത് യഹൂദർ അതിക്രമങ്ങൾക്കിടയിൽ മരണപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം പുറമെ യഹൂദരെ അപരവൽക്കരിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള കൃതികളും സാഹിത്യങ്ങളും നാടകങ്ങളും യൂറോപ്പിൽ ഉടനീളം അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. വെനീസിലെ വ്യാപാരി എന്ന കൃതിയിൽ കാണപ്പെട്ട ഷൈലോക്ക് അടക്കമുള്ള ക്രൂരമായ കഥാപാത്രം ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു. ദ പ്രിയർ ടെയിൽ എന്ന ക്ഷുദ്രകൃതി രക്ത അപവാദത്തിന് യഹൂദരുടെ ആഭിചാരവുമായി കൂട്ടിക്കെട്ടി അപസർപ്പ കഥകളുടെ മേൻപൊടിയോടുകൂടി ന്യായീകരണങ്ങൾ ചമച്ചു. മറ്റു സാഹിത്യങ്ങൾ വഴി യഹൂദ ക്രൈസ്തവർ തമ്മിലുള്ള വിവാഹം നിഷേധമായിരുന്നതിനാൽ അതിനെ മറികടക്കാൻ യഹൂദർ ക്രൈസ്തവ യുവതികളെ പ്രണയിക്കുന്നുവെന്നും അവരെ വംശീയമായി മലിനപ്പെടുത്തുന്നുവെന്നും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലായ ജനക്കൂട്ടം അവർക്ക് സംശയം തോന്നിയവരെല്ലാം പൊതുവിചാരണ ചെയ്യുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോഴെല്ലാം ഭരണകൂടം തന്നെ യാതൊരുവിധ തെളിവുകളുമില്ലാതെ അവരെ തടവിലാക്കുകയോ നാടുകടത്തുകയോ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയോ ചെയ്യുമായിരുന്നു. ഇതോടുകൂടി പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും യഹൂദർ ഏകദേശം പൂർണ്ണമായി കിഴക്കൻ യൂറോപ്പിലേക്ക് പറിച്ചു നടപ്പെട്ടു. ആദ്യകാലങ്ങളിൽ ഒട്ടോമൻ സാമ്രാജ്യങ്ങളിൽ എങ്ങനെ യഹൂദർ ജീവിച്ചോ അതുപോലെ സമൃദ്ധമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ മധ്യകിഴക്കൻ യൂറോപ്പിലും പടിഞ്ഞാറൻ റഷ്യയിലും അവർക്ക് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തപ്പെട്ട യഹൂദർ ആ രാജ്യങ്ങളിൽ മികച്ച സാന്നിധ്യമാവുകയും പുരോഗതിയെ നിയന്ത്രിക്കുകയും ചെയ്തു. സാമ്പത്തിക, വ്യവഹാര, രാഷ്ട്രീയ മീമാംസയിൽ മികച്ചു നിന്ന അവർ ഭരണകൂടങ്ങളെയും ചക്രവർത്തിമാരെയും സ്വാധീനിക്കാൻ തക്ക കരുത്ത് നേടുകയും രാജ്യന്യായ രൂപീകരണങ്ങളിൽ പോലും നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. കാലക്രമേണ സ്വാഭാവികമായും ഇത് തദ്ദേശീയരായ രാഷ്ട്രീയ വൃന്ദങ്ങളെ അസ്വസ്ഥമാക്കി. അവർ വൈകാതെ യഹൂദർക്കെതിരെ തിരിയാൻ ആരംഭിച്ചു. യൂറോപ്പിൽ കത്തി നിന്നിരുന്ന ദേശീയതയെ ഉപയോഗിച്ച് വിദേശികളായ യഹൂദർക്ക് എതിരെ ഗൂഢാലോചനയും കുപ്രചരണങ്ങളും നടത്തിയ അവർ ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും രാഷ്ട്രീയവും ഭരണകൂടവുമായ മേഖലകളിൽ നിന്ന് യഹൂദരുടെ സ്വാധീനം കുറയ്ക്കാനും അവർക്ക് കഴിയും. എന്നാൽ അപ്പോഴും സാമ്പത്തിക മേഖലകളിൽ യഹൂദർ ശക്തിയായി തന്നെ നിലകൊണ്ടു. ഇത് തകർക്കാൻ പടിഞ്ഞാറൻ യൂറോപ്പിൽ യഹൂദർക്ക് ദുരന്തം വിതച്ച ആ ദുരാരോപണങ്ങളുടെ പ്രചരണം കിഴക്കൻ യൂറോപ്പിലും ആവർത്തിച്ചു. അതോടെ ജനങ്ങൾ യഹൂദരെ സംശയ ദൃഷ്ടിയോടെ കാണാൻ തുടങ്ങുകയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ പലതരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ അവരെ വലിഞ്ഞു മുറുക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും സുപ്രധാന പങ്കുവഹിച്ച അലക്സാണ്ടർ രണ്ടാമന്റെ അജ്ഞാതമായ കൊലപാതകം യഹൂദരുടെ തലയിലാവുകയും കിഴക്കൻ യൂറോപ്പിൽ അവരുടെ നല്ല കാലം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഭരണത്തിലേറിയ അലക്സാണ്ടർ മൂന്നാമൻ ചക്രവർത്തിയുടെ ഉപദേശകനായി വന്ന ക്രിസ്ത്യൻ പാരമ്പര്യവാദിയായ പൊബിനാസോഫ് എന്നിപ്പോലുള്ള രാഷ്ട്രീയ ഉപദേശകർ യഹൂദരുടെ സകല പൗര അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ ചക്രവർത്തിക്ക് ബുദ്ധി ഉപദേശിച്ചു. അതോടെ സ്വന്തമായി ഭൂമി വാങ്ങാനോ യാത്ര ചെയ്യാനോ എന്തിന് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഒരു ജോലിക്കാരനെ വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് യഹൂദർ മാറി. യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം ലഭിക്കാൻ മതം മാറേണ്ട അവസ്ഥ വരെ അവർക്ക് സംജാതമായി. ട്രോഗ്മകൾ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട യഹൂദ പീഡനങ്ങളുടെ പരമ്പരയായിരുന്നു പിന്നീട് അവിടെ നടന്നത്. അതുവരെ എല്ലാവരുമായി ഇടകലർന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരെ പ്രത്യേകം അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും അവിടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ നിർബന്ധിക്കുകയും ചെയ്തു. അതോടെ യഹൂദരെ വളരെ വേഗം ലക്ഷ്യം വെക്കാൻ ശത്രുക്കൾക്ക് കഴിയുന്ന അവസ്ഥ സംജാതമായി. ഓരോ ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിന്റെ ബാക്കിപത്രമെന്നോണം നിരന്തരമായി ഈ ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പതിവായിരുന്നു. അന്നത്തെ റഷ്യയുടെ ഭാഗമായ ഉക്രൈനിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി യഹൂദർ ആക്രമിക്കപ്പെടുകയും കൂട്ടക്കൊലകൾക്ക് വിധേയമാവുകയും ചെയ്തു. അവരെ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുകയും 4 ലക്ഷത്തോളം യഹൂദർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ ഭാഗമായി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുകയും വളരെ നല്ലൊരു വിഭാഗം കൊല്ലപ്പെടുകയും ചെയ്തു. യുദ്ധപരാജയങ്ങൾ പോലും അവരുടെ പേരിൽ ആരോപിക്കപ്പെടുകയും അതിനെല്ലാം അവർ മറുപടി പറയേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്തു. പോളണ്ടിലും ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിലും പടിഞ്ഞാറ് യൂറോപ്പിലെ ജൂത പീഡനങ്ങളുടെ തനി ആവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. പ്രാണരക്ഷാർത്ഥം അന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന അമേരിക്കൻ നാടുകളിലേക്കും ആഫ്രിക്കയിലേക്കും യഹൂദർ പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കിഴക്കൻ യൂറോപ്പിൽ യഹൂദരുടെ ജനസംഖ്യ താഴോട്ട് പോയി തുടങ്ങി. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം
ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ആധുനിക ജനാധിപത്യ സംസ്കാരങ്ങളും പുതിയ ലോകക്രമങ്ങളും ശാക്തിക ചേരിയുടെ മാറ്റങ്ങളും യഹൂദരോടുള്ള നിലപാടുകളിൽ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. തകർന്നു കിടന്ന രാഷ്ട്ര നിർമ്മിതിക്ക് അമേരിക്കയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന യഹൂദ ലോബിയുടെ സഹായം അത്യന്താപേക്ഷിതമായതും ഇതിനൊരു കാരണമായി. റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചതോടെ റഷ്യയിലെ യഹൂദ പീഡനങ്ങൾക്ക് അറുതിയായി. തങ്ങളെ പീഡിപ്പിച്ച സർ ചക്രവർത്തിമാരെ അട്ടിമറിക്കാൻ യഹൂദർ ഗൂഢാലോചന നടത്തി രൂപകൽപ്പന ചെയ്തതാണ് കമ്മ്യൂണിസം എന്ന ആശയമെന്നും ഒരു ഗൂഢാലോചന സിദ്ധാന്തം നിലവിലുണ്ട്. എന്തു തന്നെയായാലും പടിഞ്ഞാറും കിഴക്കുമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും യഹൂദർ പ്രതാപം വീണ്ടെടുത്തു തുടങ്ങി. 1930 വരെ തൽസ്ഥിതി തുടരുകയും യഹൂദർ യൂറോപ്പിന്റെ അവിഭാജ്യ ഘടകമാവുകയും ചെയ്തു. എന്നാൽ ജർമ്മനിയിൽ നാസികളുടെയും ഹിറ്റ്ലറിന്റെയും ഉദയം അന്നുവരെ കാണാത്ത യഹൂദ വംശഹത്യയിലേക്കാണ് നാന്ദി കുറിച്ചത്. ഏതോ നിഗൂഢമായ കാരണത്താൽ കടുത്ത യഹൂദ വിരോധിയായിരുന്ന ഹിറ്റ്ലർ തന്റെ രാഷ്ട്രീയ നിർമ്മിതിക്കു വേണ്ടിയും ഒന്നാം ലോകമഹായുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ജർമ്മൻ ദേശീയതയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനും തന്റെ ശത്രുവിനെ തന്നെ കരുവാക്കാൻ തീരുമാനിച്ചു. യൂറോപ്പിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന വംശീയ ചിന്തകളെയും യഹൂദ വിരോധത്തെയും അയാൾ തന്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പൊടിതട്ടിയെടുത്തു. മുമ്പ് യഹൂദർക്ക് എതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്പിൽ, അതെല്ലാം മറ്റൊരു വിധത്തിൽ വീണ്ടും ജർമ്മനിയിൽ പ്രചരിക്കാൻ തുടങ്ങി. യഹൂദർ നീചന്മാരാണെന്നും യൂറോപ്യൻ സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അവകാശമില്ലാത്തവരാണെന്നും അവർ അവരുടെ ആര്യരക്തത്തെ മലിനപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നും എന്നും തുടങ്ങിയുള്ള വലിയ വലിയ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗീബൽസിനെ പോലുള്ള വലിയ വിദ്വേഷ പ്രചാരകർ ആൾക്കാർ കേട്ടാൽ അവിശ്വസനീയമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള നുണകൾ പോലും യഹൂദർക്കെതിരെ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു. യഹൂദർ ജർമ്മൻ സ്ത്രീകളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് വംശശുദ്ധിക്ക് ഭംഗം വരുത്തുന്നു എന്നും ഈ തരത്തിൽ 10,000-ഓളം സ്ത്രീകൾ ബാധിക്കപ്പെട്ടു എന്നും അവർ നിരന്തരം പോസ്റ്ററുകളുടെയും പത്രങ്ങളുടെയും ചുവരുകളുടെയും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ജർമ്മനിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം യഹൂദർ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതാണെന്നും അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്നും തീപാറുന്ന തന്റെ പ്രസംഗത്തിലൂടെ ഹിറ്റ്ലർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വാഭാവികമായും നിരന്തരമായ ഈ വിദ്വേഷ പ്രസംഗം യഹൂദരുടെ എതിരെ ആ ജനങ്ങളുടെ മനസ്സിൽ വിരോധവും വിദ്വേഷവും വീണ്ടും പൊട്ടിമുളക്കാൻ ആരംഭിച്ചു. സാമ്പത്തികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും സകല മേഖലകളിലും മികച്ച നേട്ടം കൈവരിച്ച ജർമ്മൻ യഹൂദരെ വലിയ വലിയ നികുതികളിലും മറ്റു പ്രശ്നങ്ങളിലും കുടുക്കിയിട്ട് അവരെ വലിഞ്ഞു മുറുക്കുകയും നിസാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പോലും വലിയ ശിക്ഷകൾ വിധിച്ച് അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്യാൻ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് വലിയ ഭാഗം വഹിച്ചു. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള വിദ്വേഷം കാരണം ആരും തന്നെ അവർക്ക് എതിരെ തിരിയാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നതുമില്ല. ഈ പ്രചാരണങ്ങൾക്കെല്ലാം പുറമെ ജൂതർ ലോകം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ദ പ്രോട്ടോകോൾസ് ഓഫ് ദി എൽഡേഴ്സ് ഓഫ് സിയോൺ എന്ന യഹൂദർക്ക് പോലും പരിചയമില്ലാത്ത ഒരു വ്യാജകൃതിയിൽ പറയുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും അവരുടെ ഈ അധിനിവേശ ശ്രമങ്ങളെ തടുക്കേണ്ടത് ഓരോ ജർമ്മൻ പൗരന്റെയും കടമയാണെന്നും നാസികൾ അവരെ ഓർമ്മപ്പെടുത്തി. അതോടെ പൂർണ്ണമായും യഹൂദർ ജർമ്മനിയിൽ ഒറ്റപ്പെട്ടു. ജനം പൂർണ്ണമായും തങ്ങളുടെ കുപ്രചരണങ്ങൾ വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയ നാസികൾ യഹൂദർക്കെതിരെ യഥാർത്ഥ പീഡനങ്ങൾ ആരംഭിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്നും അവരെ പറിച്ചുമാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത പണ്ട് ഗ്രീസ് ചെയ്തതുപോലുള്ള ഗെറ്റോകൾ എന്ന പ്രത്യേക മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തിരിച്ചറിയാൻ അവരോട് നിർബന്ധമായും ബാഡ്ജ് ധരിക്കാനും പറഞ്ഞു. സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ട് നിർബന്ധമായ വീട്ടുതടങ്കലിൽ ആ പാവം ജനത കഴിഞ്ഞുകൂടേണ്ടി വന്നു. ലോകാധിപത്യത്തിന്റെ ഭാഗമായി ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ശക്തമായ തിരിച്ചടികൾക്ക് അവസാനം യഹൂദരുടെ വംശഹത്യയും മറ്റ് കൂട്ടക്കൊലകളും നിർബാധമയാൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ഗെറ്റോകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും നിർബന്ധിത അടിമവേലകളും വർദ്ധിച്ചു വരികയും ചെയ്തു. നികൃഷ്ട ജീവികളായി അവർ കണ്ട യഹൂദരെ കൊന്നുകളയാൻ ചിലവേറിയ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നത് അപമാനമായി കണ്ട നാസികൾ ആ പ്രശ്നം പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങളായിരുന്നു ഗ്യാസ് ചേംബറുകൾ. ഒരു വലിയ ജനസമൂഹത്തെ എളുപ്പത്തിൽ കൂട്ടക്കൊല ചെയ്യാൻ കഴിയുന്ന ഈ മാർഗം വഴി ഏകദേശം 10 ലക്ഷത്തോളം യഹൂദർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. അതുപോലെ തന്നെ പട്ടിണിയും പീഡനവും സാംക്രമിക രോഗങ്ങളും ദുരന്തങ്ങളും കാരണം മരിച്ചത് 50 ലക്ഷത്തോളം ജൂതരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജർമ്മനിയിലെ യഹൂദരേക്കാൾ കൂടുതൽ പീഡനം നേരിട്ടത് ജർമ്മനി കീഴടക്കിയ പോളണ്ടിലെയും ഓസ്ട്രിയയിലെയും ജൂതന്മാർക്കാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അകപ്പെട്ട് പിന്നീട് ജർമ്മനിയെ തോപ്പിച്ച റഷ്യൻ ചെമ്പട അവിടെ സന്ദർശിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്തു. ആ മോചിപ്പിക്കപ്പെട്ട യഹൂദ ജീവച്ചവങ്ങളെ കണ്ട് ലോകം നടുങ്ങിപ്പോയി. മാനവരാശിയെ മരവിപ്പിക്കാൻ പോകുന്ന ക്രൂരതകൾ അനുഭവിച്ച ആ ജനവിഭാഗം അങ്ങനെ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി.
അനിവാര്യമായ അന്ത്യമെന്നോണം ഹിറ്റ്ലറുടെ മരണവും തുടർന്ന് അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധവും യഹൂദർക്ക് മുന്നിൽ മറ്റൊരു ലോകക്രമത്തെ തുറന്നിട്ടു. നൂറ്റാണ്ടുകൾ നീണ്ട യഹൂദ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരുന്ന സമ്പ്രദായങ്ങൾക്കും അറുതി വരികയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കടുത്ത പീഡനങ്ങൾക്കൊടുവിൽ സമൂഹത്തിന്റെ ദയാവായ്പകൾ ഏറ്റുവാങ്ങി ശക്തരാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്നും മോചനം നേടാൻ അവർ പദ്ധതിയിട്ടിരുന്നു. അതിന്റെ പിൽക്കാലത്തെ പേരായി മാറിയതാണ് സയനിസം. ഇരകളിൽ നിന്നും വേട്ടക്കാരിലേക്കുള്ള പരിണാമം. ഇവിടെയാണ് യഹൂദർ അഥവാ സയനിസ്റ്റുകൾ ആരംഭിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം മനുഷ്യത്വരഹിതമായ അശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയ നാസികളുടെ അതിക്രൂരത കണ്ട ലോകം പതിച്ചു നൽകിയ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ ഈ അപരവൽക്കരണത്തിൽ നിന്നും ഈ അകാരണ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കാനും ജൂത സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും നവോത്ഥാനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മുമ്പ് തന്നെ തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. ആദ്യകാല ശ്രമങ്ങൾ മിക്കതും പരാജയപ്പെടുകയോ വിപരീത ഫലങ്ങൾ ഉളവാക്കുകയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ശ്രേണിയിൽപ്പെട്ട ആധുനികമായ ഒരു പ്രധാന മൂവ്മെന്റ് ആയിരുന്നു മോസസ് മെൻഡൽസോണിനെ പോലുള്ളവർ നേതൃത്വം നൽകിയ ഹസ്കല. യൂറോപ്പിൽ യഹൂദർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെ മറികടക്കാൻ അവരെ യൂറോപ്യൻ സംസ്കാരവുമായി സംയോജിപ്പിക്കുകയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ യഹൂദ വിരോധം യൂറോപ്പിന്റെ അന്തരീക്ഷത്തിൽ സകല മേഖലകളെയും മലീമസപ്പെടുത്തിയതിനാൽ അവരുടെ ഈ ഉദ്യമങ്ങൾ ഒന്നും തന്നെ പ്രാവർത്തികമായില്ല. അതിന്റെ ഒരു കാരണം മതപരവും സാമൂഹികവുമായ വൈവിധ്യങ്ങൾ നിലനിർത്താൻ യഹൂദർ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുക്കാൻ യൂറോപ്യന്മാർ തയ്യാറായില്ല. അതിനു പുറമെ വിഷം തുപ്പുന്ന ജൂതവിരുദ്ധ പ്രചാരണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങൾ ഉപയോഗിച്ചും പ്രചരിപ്പിച്ചതിനാലും ദുർബലമായ ഹസ്കല പോലുള്ള പ്രസ്ഥാനം അമ്പേ പരാജയപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലെ വൈകല്യം മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് പിന്നീട് യഹൂദരുടെ ഭാവി ഭാഗതയം നിർണയിച്ച ഒരു കൂട്ടായ്മ 1896 ഉയർന്നു വന്നു. അതായിരുന്നു സയനിസ്റ്റ് പ്രസ്ഥാനം. നാസ്തികനായ തിയോഡോർ ഹെർസൽ എഴുതിയ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിന്റെ ചുവടുപിടിച്ച് ഈ പ്രസ്ഥാനം വളരുകയും യഹൂദരുടെ മതപരവും സാംസ്കാരികവുമായ സവിശേഷതകളെ മാറ്റി നിർത്തി തീർത്തും വംശീയതയിൽ ഊന്നിക്കൊണ്ട് വളരെ വേഗം ശക്തി ആർജിക്കുകയും ചെയ്തു. യൂറോപ്പിൽ യഹൂദർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവരെ അനുഭാവപൂർവ്വം സ്വീകരിച്ചിരുന്നത് ഒട്ടോമൻ തുർക്കികളുടെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളായിരുന്നു. അതിനാൽ തദ്ദേശീയരായ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളോടൊപ്പം ഒരു വലിയ സമൂഹം ജൂതർ അവിടങ്ങളിലെല്ലാം സമാധാനമായി വസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നാം ലോകം ആയുധത്തിൽ ഒട്ടോമൻ തുർക്കികൾ പരാജയപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലാവുകയും മാറിയ ലോക സാഹചര്യത്തിൽ ചില ഗൂഢാലോചനകൾ പിറവികൊള്ളുകയും ചെയ്തു. യഹൂദർക്കായി ഒരു ഭൂപ്രദേശം എന്നതായിരുന്നു സയനിസത്തിന്റെ പ്രധാന ലക്ഷ്യം. ഉഗാണ്ട, സൈബീരിയ, അർജന്റീന, മഡഗാസ്കർ, ഓസ്ട്രേലിയ തുടങ്ങിയ പല പ്രദേശങ്ങളും ജൂതരാഷ്ട്ര നിർമ്മിതിയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പും ശേഷവും ലോകരാജ്യങ്ങളുടെ ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. ഇവയിൽ പലതും ജൂത സയനിസ്റ്റുകൾക്ക് സ്വീകാര്യവുമായിരുന്നു. എന്നാൽ അമേരിക്കയിലും യൂറോപ്പിലും രൂപപ്പെട്ട ക്രിസ്ത്യൻ സയനിസവും മറ്റു ചില രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും വംശീയവുമായ ലക്ഷ്യങ്ങളും യഹൂദ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ജൂതർക്ക് ഏറെ വൈകാരികതയുള്ള ജെറൂസലേം കേന്ദ്രമാക്കി പാലസ്തീനിൽ തന്നെ ഉണ്ടാവണമെന്ന് നിശ്ചയിക്കപ്പെട്ടു. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകളും ലക്ഷ്യങ്ങളും പലതായിരുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് യഹൂദർ ജെറൂസലേമിൽ ഒന്നിച്ചു കൂടണമെന്ന ബൈബിൾ പ്രവചനത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് ക്രൈസ്തവ സയനിസ്റ്റുകളുടെ ലക്ഷ്യമെങ്കിൽ തകർന്ന യൂറോപ്പിനെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ജൂത ലോബിയെ സഹായിക്കുകയും മധ്യപൗരസ്ത്യ ദേശത്ത് യഹൂദരെ നിലയുറപ്പിക്കുക വഴി യൂറോപ്പിൽ നിന്ന് യഹൂദർ എന്ന പ്രശ്നത്തെ ഒഴിവാക്കാനും അവരെ അതിന് സഹായിക്കുക വഴി ബ്രിട്ടനും യൂറോപ്പും അവിടെ സ്വാധീനം ഉറപ്പിക്കാനും പദ്ധതിയിട്ടിരുന്നു. സൂയസ് കനാൽ വഴിയുള്ള വ്യാപാരം നിയന്ത്രിക്കാനും ഇതുവഴി കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി. യഹൂദരെ സംബന്ധിച്ച് അവരെ അവരുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ സഹായിക്കുന്നവരെയും മുൻകൈയെടുക്കുന്നവരെയും തിരിച്ചും സഹായിക്കും എന്ന് അവർ ഉറപ്പു നൽകി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അത് ബ്രിട്ടന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ തുർക്കികൾക്കെതിരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഹായിച്ചാൽ അറബികൾക്ക് അവരുടെ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ സഹായം നൽകുമെന്ന കരാറിന് വിപരീതമായി രഹസ്യമായി അമേരിക്കൻ ജൂത ക്രൈസ്തവ സയനിസ്റ്റ് ലോബിയുടെ സമ്മർദ്ദത്തിൽ അവർ യഹൂദർക്ക് ആ ഭൂമി നൽകാമെന്ന കരാറിലും ഏർപ്പെട്ടു. അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഈ ഭൂമി പങ്കിടാമെന്ന രഹസ്യ കരാറിലും ഗൂഢലക്ഷ്യത്തിലും അവർ ഏർപ്പെടുകയും ചെയ്തു. ഇസ്ലാമിന്റെ അപ്രമാദിത്വം മധ്യപൂർവസ്ഥ പൗരസ്ത്യ ദേശങ്ങളിൽ വെല്ലുവിളിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ ശാക്തിക ചേരികളുടെ സർവ്വ പിന്തുണയും ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന യഹൂദരുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഒരുമിച്ച് കൂട്ടി സയനിസ്റ്റുകൾ അവരുടെ അധിനിവേശ പദ്ധതികൾക്ക് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ മുന്നോടിയായി ലക്ഷങ്ങളോളം തദ്ദേശ ക്രൈസ്തവ ജൂത ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ അധിവസിക്കുന്ന ഭൂമിയായിട്ടും പലസ്തീൻ ജനവാസമില്ലാത്ത പ്രദേശമാണെന്ന മരുഭൂമി സിദ്ധാന്തം
വ്യാപകമായി പ്രചരിപ്പിക്കുകയും തങ്ങളുടെ കുടിയേറ്റത്തെ ന്യായീകരിക്കാൻ ഇത് മറയാക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ എല്ലാ സഹായ സഹകരണത്തോടും കൂടി കൂട്ടം കൂട്ടമായി യഹൂദർ കപ്പലുകളിൽ പാലസ്തീനിലേക്ക് പ്രവേശിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് 10% മാത്രം ഉണ്ടായിരുന്ന യഹൂദർ അങ്ങനെ എണ്ണത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു. ആലിയ എന്നായിരുന്നു ഈ ആസൂത്രിത കുടിയേറ്റത്തിന് അവർ നൽകിയ പേര്. അതോടെ നൂറ്റാണ്ടുകളോളം ഇരകളാക്കപ്പെട്ടവർ സയനിസത്തിന്റെ ഉന്മാദത്തിൽ പഴയ വേട്ടക്കാരുടെ വേഷമണിയാൻ തുടങ്ങി. തുറമുഖങ്ങളിൽ കൂട്ടം കൂട്ടമായി കപ്പലുകളിൽ വന്നിറങ്ങുന്ന യഹൂദർ വ്യാപകമായി പാലസ്തീനിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും അവ വേലി തിരിച്ച് ബന്ദവസ്ഥാക്കുകയും ചെയ്തു. തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരുമായി നല്ല ബന്ധത്തിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. യുദ്ധാനന്തരം അറബികൾക്ക് അവരുടെ ഭൂമിക്ക് മുകളിലുള്ള അവകാശം നൽകാൻ വൈകിക്കുന്ന ബ്രിട്ടനെതിരെയുള്ള രോഷവും അമർഷവും ഉൾക്കൊള്ളുന്ന പാലസ്തീനിയൻ ജനതയ്ക്ക് യഹൂദരുടെ ഈ നിശബ്ദമായ കടന്നുകയറ്റത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന ഒരു അനുഭാവവും പാലസ്തീനികൾ യഹൂദന്മാരോട് കാണിച്ചു. എന്നാൽ പതിയെ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. കൈക്കലാക്കിയ ഭൂമിയിലൂടെ പോലും ഇടയ സമൂഹങ്ങളായ പാലസ്തീനികളെ വഴി നടക്കാൻ പോലും സമ്മതിക്കാത്ത സംഭവങ്ങൾ തുടർച്ചയായപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷങ്ങൾ പതിവായി. ബാൽഫർ പ്രഖ്യാപന പ്രകാരം ബ്രിട്ടൻ യഹൂദരാഷ്ട്ര സ്ഥാപനത്തിന് സകല ഒത്താശയും ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി പാലസ്തീനികൾക്കും ചുറ്റുമുള്ള മറ്റ് അറബ് സമൂഹങ്ങൾക്കും തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയ സയനിസ്റ്റുകൾ ജൂത കുടിയേറ്റം വേഗത്തിലാക്കുകയും ആയുധങ്ങളും പ്രതിരോധത്തിന് വേണ്ട അവശ്യ വസ്തുക്കളും സമ്പത്തും കള്ളക്കടത്തുകൾ വഴി സംഭരിച്ചുകൊണ്ടേയിരുന്നു. അതിനു പുറമെ ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാനും സ്വദേശികളായ പാലസ്തീനികളെ എതിരിടാനും തീവ്രവാദി സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് IDF ലയിച്ച ഹങ്കാന, ഇർഗുൻ, ലഹി ഇവയിൽ ചിലത് മാത്രം. ഇതിന്റെ പല നേതാക്കന്മാരും പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാർ വരെ ആയി എന്നതും വിരോധാഭാസം. തുടരെ സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും കൊണ്ട് പാലസ്തീനിൽ തങ്ങളുടെ തേർവാഴ്ച സയനിസ്റ്റുകൾ തുടക്കം വെച്ചു. ഭയപ്പെടുത്തി പാലസ്തീനികളെ അടിച്ചോടിക്കുകയും ബ്രിട്ടന്റെ മെല്ലപ്പോക്ക് നയത്തെ ലക്ഷ്യം വെക്കുകയും നയത്തെ ചോദ്യം ചെയ്യുകയുമായിരുന്നു ഈ ഭീകര പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത്. 250 ആളുകൾ കൊല്ലപ്പെട്ട ഡയർ യാസീൻ കൂട്ടക്കൊലയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരടക്കം 91 ആളുകൾ കൊല്ലപ്പെട്ട കിങ് ഡേവിഡ് സ്ഫോടനവും ഇതിൽ പെട്ടതായിരുന്നു. പാലസ്തീനികളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പമാണ് എന്ന് സംശയം തോന്നിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പോലും അവർ വെറുതെ വിട്ടില്ല. ലോർഡ് മോയിൻ, UN പ്രതിനിധി ഹോൾക്ക് ബെർണാഡ് എന്നിവരെ അവർ പതിച്ചു കളഞ്ഞു. പാലസ്തീൻ അധിനിവേശ മേഖലകളിൽ അവർ നിരന്തരം അക്രമങ്ങൾ അയച്ചുവിടുകയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നുകളയുകയും അവരുടെ ഭവനങ്ങളെ തകർക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ പാലസ്തീനികൾ അവരെ എതിർക്കാൻ തുടങ്ങുകയും ചെറുതും വലുതുമായ പ്രതിരോധ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ നഷ്ടങ്ങൾ എപ്പോഴും ദുർബലരായിരുന്ന പാലസ്തീനികൾക്കൊപ്പമായിരുന്നു. സയനിസ്റ്റുകൾ ഭൂമിക്ക് മുകളിലുള്ള കടന്നുകയറ്റം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അറബ് ദേശീയതയിലൂന്നി പാലസ്തീൻ ക്രിസ്ത്യൻ മുസ്ലിം അസോസിയേഷൻ പോലുള്ള സംഘടനകൾ രൂപം കൊള്ളുകയും തങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അരക്ഷിതരായ അവർ മൻമോഹൻ ഹുസൈൻ കരാറിന് വിപരീതമായി പാലസ്തീനിൽ യഹൂദരാഷ്ട്രം സ്ഥാപിക്കാനുള്ള വിളംബരമായ ബൽഫർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തങ്ങൾ പൂർണ്ണമായി വഞ്ചിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചു. യഹൂദ കുടിയേറ്റം ശക്തമായി തുടരുകയും കുടിയിറക്കപ്പെടുന്ന പാലസ്തീനികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യമായി ആയുധമെടുത്തു. 1936 ഈ അറബ് വിപ്ലവം സയനിസ്റ്റുകൾ തങ്ങളുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ സമർത്ഥമായി ഉപയോഗിച്ചു. ബ്രിട്ടീഷ് സഹായത്തോടെ സയനിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നരനായാട്ട് നടത്തിയായിരുന്നു ഈ വിപ്ലവത്തെ അടിച്ചമർത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഈ യഹൂദ പീഡനങ്ങൾ കൂടി മുന്നിൽ നിർത്തി കുടിയേറ്റം നാൾക്ക് നാൾ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭൂമി നഷ്ടപ്പെടുന്ന പാലസ്തീനികളുടെ എണ്ണവും അതിന് അനുപാതമായി വർദ്ധിച്ചു. 1948 സയനിസ്റ്റ് പടിഞ്ഞാറൻ ഗൂഢാലോചനകൾക്ക് UN കാർമ്മികത്വത്തിൽ എണ്ണത്തിൽ കുറവായ യഹൂദർക്ക് 55% ഭൂമി നൽകി ഇസ്രായേൽ എന്ന രാഷ്ട്രം പാലസ്തീനികളുടെ രക്തത്തിൽ സ്ഥാപിച്ചു. പിന്നീട് കണ്ടത് സയനിസത്തിന്റെ ഭീകര രൂപമാണ്. 1948 ഈ അധിനിവേശ രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കാതിരുന്ന സമീപ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധത്തിന് പാലസ്തീനികളാണ് വില കൊടുക്കേണ്ടി വന്നത്. 7 ലക്ഷത്തോളം പാലസ്തീനികൾക്ക് അവരുടെ രാജ്യത്ത് നിന്ന് നിഷ്കാശനം ചെയ്യപ്പെടേണ്ടി വന്നു. പിന്നീട് നടന്ന യുദ്ധത്തിൽ 4 ലക്ഷം പാലസ്തീനികൾ നാട് കടത്തപ്പെട്ടു. അവരുടെ ഭൂമിയിൽ അവരുടെ സമ്പത്തും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വലുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 6 ദിന യുദ്ധത്തിൽ സിറിയയുടെയും ലെബനാനിന്റെയും ഈജിപ്തിന്റെയും പ്രദേശങ്ങളും അവർ കീഴടക്കുകയും ലെബനാനിലെ ഷബ്ല ഷാത്തില എന്ന പ്രദേശത്ത്
ലബനാൻ ക്രിസ്ത്യാനികളെ അടക്കം 3500 പേരെ അവർ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. കാലക്രമേണ വേട്ടക്കാരുടെ ആ മനോഭാവം പൂർണ്ണമായി പൂണ്ട സയനിസ്റ്റുകൾ അവർ രൂപം കൊടുത്ത രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ്, ഷെൻബിറ്റ് എന്നിവ ഉപയോഗിച്ച് തങ്ങൾക്ക് ഭീഷണിയാകുന്ന ഏത് രാഷ്ട്രീയ സാമൂഹിക നേതാവിനെയും ഇല്ലാതെയാക്കാനും മടിച്ചിരുന്നില്ല. ശക്തവും മൃഗീയവുമായ മുതലാളിത്ത പശ്ചാത്തല പിന്തുണയിലും സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പിൻബലത്തോടും കൂടി സയനിസ്റ്റുകൾ നടത്തിവരുന്ന കുട്ടികളെയും സ്ത്രീകളെയും അടക്കം നിഷ്കരണം ഇല്ലാതെയാക്കുന്ന മനോഭാവത്തിന്റെയും നിരന്തരമായ അധിനിവേശ ആക്രമണങ്ങളുടെ ഫലമായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ചില തുരുത്തുകളിൽ നാമമാത്രമായി പാലസ്തീൻ എന്ന രാജ്യം ഒതുങ്ങിപ്പോവുകയും 20 ലക്ഷത്തോളം പാലസ്തീനികൾ അഭയാർത്ഥികളായി മാറുകയും 3 ലക്ഷത്തോളം ആളുകൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹത്തിലെ യുണൈറ്റഡ് നാഷൻ പോലുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തിയായി ഒരു കാലത്ത് ഇരകളാക്കപ്പെട്ടിരുന്ന യഹൂദരെ മറവിൽ നിർത്തിക്കൊണ്ട് സയനിസ്റ്റുകൾ നരഭേദവും അധിനിവേശവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സകല ലോകമര്യാദകളും ലംഘിച്ചുകൊണ്ട് സകല യുദ്ധക്കുറ്റങ്ങളും അവർ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ അവർ ആഗ്രഹിച്ച നീതിയും ന്യായവും അവർക്ക് കൈമോശം വന്ന് കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകളോളം പല സമൂഹങ്ങളിലും 2ാം തരം പൗരന്മാരായി സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ട അവർ അധികാരം ലഭിച്ചപ്പോൾ അവർക്ക് കീഴിൽ ജീവിക്കുന്ന യഹൂദേതര വിഭാഗങ്ങളോടും അത് തന്നെ ചെയ്തു. വേട്ടയാടലിന്റെ ഭൂതകാലത്തിൽ നിന്നും ലഭിച്ച സഹതാപ ആനുകൂല്യങ്ങളും അധിനിവേശ രാഷ്ട്രത്തിന്റെ സുരക്ഷ എന്ന ന്യായവും മുൻനിർത്തി ഇന്നും പൈശാചിക പ്രവർത്തനങ്ങൾ തുടരുന്ന അവർ ഗ്യാസ് ചേമ്പറിൽ വെന്തുമരിച്ച കുഞ്ഞിനും ഗാസയിൽ വെന്തുമരിച്ച കുഞ്ഞിനും ഒരേ നിലവിളിയും ഒരേ മുഖവുമാണെന്ന് മറന്നുപോയിരിക്കുന്നു. ലോകം അവരെ അത് പതിയെ ഓർമ്മപ്പെടുത്താൻ തുടങ്ങിയിരിക്കും.